أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى. صدق الله مولانا العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. أرحم الراحمين يا الله. رحمة للعالمين محمد മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം കുടുംബസമേതം നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും മരണപ്പെട്ടു. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങി ഒട്ടേറെ മഹാന്മാരായ ആളുകൾ, അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരുടെ മദദ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ കർണാടകത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ ബഹുമാനവും ആദരവും നിറഞ്ഞ താജുശ്ശരീഅ അലിക്കുഞ്ഞുസ്താദ്, ബേക്കൽ ഉസ്താദ് തുടങ്ങി മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് തുടങ്ങി ഒട്ടേറെ മഹാന്മാർ, അള്ളാഹുവെ അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹയാത്തിലുള്ള മാണി ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങൾക്കെല്ലാം ദീനി ഖിദ്മയിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് വളരെ സന്തോഷമുള്ള, വളരെ ആവേശമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗത്തിന് വേണ്ടി നിൽക്കുന്നത്. ലോക പണ്ഡിതന്മാർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ മുസ്ലിംകളുടെ അഭിമാന പണ്ഡിത ഗുരു ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മഹാനവറുകളുടെ ജീവചരിത്രമാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് ലക്ഷക്കണക്കിന് സാഹിത്യകാരന്മാർ, പത്രപ്രവർത്തകർ, പണ്ഡിതന്മാർ, ഭരണാധികാരികൾ, സാധാരണക്കാർ വ്യത്യാസമില്ലാതെ എല്ലാവരും വാങ്ങുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഉസ്താദിന്റെ പുസ്തകം. ആ മലയാള പുസ്തകത്തെ കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം ചേർന്ന് കന്നഡ ഭാഷയിൽ അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതിൻ്റെ കവർ പേജാണ് ഇവിടെ നാം പ്രകാശിപ്പിച്ചത്. എത്രയും പെട്ടെന്ന് അത് പുസ്തകം തന്നെ പ്രകാശനത്തിന് നമുക്ക് സാധിക്കണം. കേരളത്തിൽ അത് പ്രസിദ്ധീകൃതമായപ്പോൾ ആദ്യം അത്
ലഭിച്ചത് വലിയ ആളുകൾക്കാണ്. സാധാരണക്കാരുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് മന്ത്രിമാർ, MLA മാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, കലക്ടർമാർ, ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വലിയ പത്രപ്രവർത്തകർ, അവരെല്ലാം അതിൻ്റെ കോപ്പി നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ കയ്യിലൊക്കെ കിട്ടുന്നതിൻ്റെ എത്രയോ മുമ്പ് വളരെ വേഗത്തിൽ ആ കോപ്പി അവരെല്ലാം, കാരണം അവർക്കൊക്കെ അറിയാം ഈ പുസ്തകം വെളിച്ചം കാണുമ്പോൾ വളരെ പെട്ടെന്ന് അതിൻ്റെ എഡിഷൻ തീർന്നു പോകും. കർണാടകത്തിലെ നിങ്ങൾ ഒരു പക്ഷേ കേരളത്തെക്കാൾ വേഗതയിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ കൂടിയ എല്ലാവരും പുസ്തകത്തിൻ്റെ പ്രീ പബ്ലിക്കേഷൻ 600 രൂപ വിലയുള്ള പുസ്തകം ഇവിടെ 400-ന് ലഭിക്കുമ്പോൾ കൗണ്ടറിൽ ബുക്ക് ചെയ്ത് നിങ്ങളൊക്കെ അത് 400-ന് അതേപോലെ പ്രീ പബ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ലക്ഷക്കണക്ക് കോപ്പികളുടെ ബുക്കിംഗ് ആയിരിക്കും. നിങ്ങളെല്ലാം അതിനുവേണ്ടി ഉത്സാഹിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണിപ്പോൾ. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ കർണാടകത്തിലെ കോപ്പി ഷെയ്ഖുനായെ കൊണ്ടുവന്നുകൊണ്ട് പ്രകാശനം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അത് അള്ളാഹുവിൻ്റെ മതമാണ്. ആകാശവും ഭൂമിയും അള്ളാഹുവിൻ്റെതാണ്, കടലും കരയും അള്ളാഹുവിൻ്റെതാണ്, സചേതന അചേതന വസ്തുക്കൾ അള്ളാഹുവിൻ്റെതാണ്, ഇരുട്ടും വെളിച്ചവും അള്ളാഹു നൽകുന്നതാണ്, സന്തോഷവും ദുഃഖവും അള്ളാഹു നൽകുന്നതാണ്, രോഗവും ആരോഗ്യവും അള്ളാഹു തരുന്നതാണ്, മണിയറയിലും വെന്റിലേറ്ററിലും എത്തിക്കുന്നത് അള്ളാഹുവാണ്. ശൈശവം, ബാല്യം, യുവത്വം, വാർദ്ധക്യം അള്ളാഹു നിശ്ചയിച്ചതാണ്. സ്ത്രീ പുരുഷൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ സൃഷ്ടി ചരാചരങ്ങൾക്ക് മുഴുവനും ആവശ്യമുള്ളത് സമാധാനമാണ്. എല്ലാവർക്കും ആവശ്യമുള്ളത് സന്തോഷമാണ്. എല്ലാവർക്കും ആവശ്യമുള്ളത് പരസ്പര സ്നേഹമാണ്. ഈ സ്നേഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അള്ളാഹു നൽകിയ മതം ആണ് ഇസ്ലാം. ഇസ്ലാം സമാധാനം, മുസ്ലിം സമാധാനി. സമ്മാക്കുമുൽ മുസ്ലിമീൻ, അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിംകൾ എന്ന് പേര് വെച്ചത് ലോകം മുഴുവനും സമാധാനത്തിൽ നിലനിൽക്കാനാണ്. വീട് ചെറുതാകാം, വലിയ കൊട്ടാരമാകാം. നമ്മുടെ പ്രായം യുവത്വമാകാം, വാർദ്ധക്യമാകാം. നമ്മൾ ഒരു പുരുഷനാവാം, സ്ത്രീയാവാം. ആരായാലും ഒരു പക്ഷേ ഭക്ഷണത്തിന് ബിരിയാണി ഉണ്ടാകാം, അല്ലെങ്കിൽ വെറും പച്ചവെള്ളമാകാം. ഏത് സമയത്തും മനസ്സ് നല്ല സന്തോഷം, മനസ്സിന് സമാധാനം. ആർക്കും ആരെയും പേടിയില്ല, ആരും ആരെയും ചതിക്കുകയില്ല, ആരും ഒരാളുടേത് മോഷ്ടിക്കുകയില്ല, ആരുടെയും കണ്ണേറും സിഹറും ഒന്നും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഒരു സന്തോഷത്തിന്റെ, ഒരു ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ ജീവിതം മനുഷ്യരിൽ ഉണ്ടോ? മൃഗങ്ങളിലും ഉണ്ടാകും.
മനുഷ്യർക്ക് സമാധാനമുണ്ടോ? പക്ഷികൾക്കും ഉണ്ടാകും. മനുഷ്യർക്ക് സമാധാനമുണ്ടോ? എല്ലാ ജീവികൾക്കും സമാധാനമുണ്ടാകും. ഫലസ്തീനിൽ മനുഷ്യർ തമ്മിലാണ് സംഘട്ടനം നടക്കുന്നത്. പക്ഷേ പട്ടിണി കിടക്കുന്ന കൂട്ടത്തിൽ പൂച്ചയും ഉണ്ട്, പട്ടിയും ഉണ്ട്. പട്ടിണി കിടക്കുന്ന കൂട്ടത്തിൽ മൃഗങ്ങളുമുണ്ട്, പക്ഷികളുമുണ്ട്. വെന്തുരുകി മരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇഴജന്തുക്കളുമുണ്ട്, വണ്ട് പ്രാണികളുമുണ്ട്. അവിടുത്തെ നായയും പൂച്ചയും ബോംബിൽ പങ്കാളികളല്ല. അവിടുത്തെ പാമ്പും തേളും മറ്റ് ജീവജാലങ്ങളും ഒന്നും ഈ യുദ്ധത്തിൽ പങ്കാളികളല്ല. പക്ഷേ ആ നാട്ടിൽ മനുഷ്യർ സംഘടന ഉണ്ടാക്കിയപ്പോൾ ആ സംഘടനത്തിന്റെ കെടുതി എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ അനുഭവിക്കുകയാണ്. ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആട് എല്ല് മാത്രം ബാക്കിയുള്ളൂ, മാംസമില്ല. ഫലസ്തീനിലെ തെരുവിൽ കാണുന്ന നായ എല്ല് മാത്രമുള്ളൂ, മാംസമില്ല. ജീവജാലങ്ങൾക്ക് വെള്ളമില്ല, അവർക്ക് ഭക്ഷണമില്ല. ഫലസ്തീന്റെ മുകളിൽ ഇപ്പോൾ പക്ഷികൾ പറക്കുന്നില്ല. കാരണം പറന്ന് ഉയരാൻ അവർക്ക് കഴിയില്ല. അവരുടെ ശരീരത്തിൽ രക്തമില്ല. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ ഖുത്ബ ഓതിയിരിക്കുന്ന ആൾ അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഒറ്റ വാക്കാണ്: എനിക്ക് ഖുത്ബ ഓതാൻ വിശന്നിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് കേൾക്കാൻ വിശപ്പ് കൊണ്ട് കഴിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം. മനുഷ്യ മനസ്സുകൾക്ക് സമാധാനമില്ലേ? ഒരു ജീവിക്കും സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അല്ലാഹ് എന്ന വിശ്വാസത്തിൽ സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹ്, ആരോഗ്യത്തിലും രോഗത്തിലും അല്ലാഹ്, മണിയറയിലും വെന്റിലേറ്ററിലും അല്ലാഹ്, യുവത്വത്തിലും വാർദ്ധക്യത്തിലും അല്ലാഹ്, അല്ലാഹ് എന്ന വിശ്വാസത്തിൽ ജീവിക്കാൻ അല്ലാഹു നൽകിയ മതം ഇസ്ലാം. ഇസ്ലാം സമാധാനം, മുസ്ലിം സമാധാനി. ആ മുസ്ലിങ്ങൾക്ക് പരസ്പരം ഉണ്ടാകേണ്ട ഗുണം അതെന്താണ്? സമാധാനത്തിന്റെ പ്രാർത്ഥന. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടുമുട്ടുമ്പോൾ, നിങ്ങളെ ഞാൻ കാണുമ്പോൾ, നിങ്ങൾ എന്നെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാകാൻ, നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകാൻ. സമാധാനം. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു സമാധാനം തരട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, നിങ്ങൾക്ക് അല്ലാഹു സമാധാനവും ഐശ്വര്യവും തരട്ടെ. നാം പരസ്പരം പറയേണ്ടത്, അല്ലാഹു ആകുന്ന ഉടമസ്ഥന് മുമ്പിൽ നിന്ന് ഹൃദയം നിറഞ്ഞ് അല്ലാഹ്, നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതും ഇടതും ധാരാളം ജീവജാലങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എല്ലാ മനുഷ്യർക്കും മലക്കുകൾക്കും ജീവജാലങ്ങൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എല്ലാവർക്കും. ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ സമാധാനികൾ അൽഹംദുലില്ലാഹ് സയ്യിദ് അവർ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അപ്പോ ആ സലാമിന്റെ, ആ സന്തോഷത്തിന്റെ, അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടെ ജീവിച്ച് ഈ ലോകത്തോട് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ശാശ്വത താമസത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചു. വിശ്വാസികൾക്ക് ശാശ്വത താമസത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന വീട് ഏതാണ്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ സമാധാന ഭവനത്തിലേക്ക് വിളിക്കുന്നു. സംഘർഷത്തിൻ്റെത് അല്ല, കുഴപ്പത്തിൻ്റെത് അല്ല, കലഹത്തിൻ്റെത് അല്ല. സമാധാനം എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്നെ വിശ്വാസം, എനിക്ക് നിങ്ങളെ വിശ്വാസം. നിങ്ങൾ എന്നെ ചതിക്കുമെന്നോ വഞ്ചിക്കുമെന്നോ അസൂയപ്പെടുമെന്നോ കണ്ണേറ് തട്ടുമെന്നോ സിഹ്ർ ചെയ്യുമെന്നോ ഒരു പേടിയും നിങ്ങളെ പറ്റി എനിക്കില്ല, എന്നെ പറ്റി നിങ്ങൾക്കുമില്ല.
അങ്ങനെ ഒരു പരസ്പര സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. നിങ്ങൾക്ക് കാലാകാലം താമസിക്കാനുള്ള വീട്, ആ വീടിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന പേര് ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം. അല്ലാഹു തആല സമാധാന ഭവൻ, ദാറുസ്സലാം സമാധാന ഗേഹം. ഇതിനെല്ലാം പുറമെ നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു ആകുന്ന ഉടമസ്ഥൻ അവന് നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ വിശേഷണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പേര് അസ്മാഉൽ ഹുസ്ന പഠിപ്പിക്കുന്നത് എന്താണ്? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ്. അടുത്തത് അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ്, സമാധാനത്തിന്റെ വിതരണക്കാരൻ, സമാധാനത്തിന്റെ ഉടമസ്ഥൻ. അസ്സലാം, സമാധാനത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. ഓ പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളായ നാം ഈ ആകാശത്തിന് ചുവട്ടിലെ എല്ലാ ജീവികൾക്കും സമാധാനം നൽകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഒറ്റക്കും കൂട്ടമായുമുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. ആ സമാധാനം ഉണ്ടോ? നമുക്ക് സമാധാനമുണ്ടെങ്കിൽ പക്ഷികൾക്കുണ്ടാകും, മൃഗങ്ങൾക്കുണ്ടാകും, ഇഴജന്തുക്കൾക്കുണ്ടാകും, സസ്യലതാദികൾക്കുണ്ടാകും, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകും. നമ്മൾ സംഘർഷത്തിലാണോ? അള്ളാഹു ഒന്നും സമാധാനമില്ല, ഒരു ജീവിക്കും ഉണ്ടാകും. അതാണ് ഫലസ്തീനിന്റെ മണ്ണിൽ മനുഷ്യൻ തമ്മിൽ, അപ്പം മൃഗങ്ങളും പക്ഷികളും ഒക്കെ അതിന്റെ ദുഃഖം അനുഭവിക്കുകയാണ്. സത്യവിശ്വാസികളായ നാം ഓർക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളും എത്ര സംശുദ്ധമാണ്, എത്ര പരിശുദ്ധമാണ്. അതനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഐശ്വര്യവും സന്തോഷവും നൽകുന്നത്. വിശുദ്ധ ഖുർആനിലെ 2 പദങ്ങൾ, ഒന്ന് ഉസ്ർ, ഞെരുക്കം, ബുദ്ധിമുട്ട്, പ്രയാസം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് പദം ഏതാണ്? യുസ്ർ, സന്തോഷം, ഐശ്വര്യം, ക്ഷേമം എന്നർത്ഥം. ആ 2 വാക്കും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ജീവിതം എന്ന് പറയുന്നത് സന്തോഷം മാത്രമല്ല, ആണ് പ്രയാസമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് രോഗം മാത്രമല്ല, ആരോഗ്യം ഉണ്ടാവും. ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പകൽ സമയമാണ്, ഇത് നിലനിൽക്കുകയില്ല, കുറച്ചു കഴിഞ്ഞാൽ രാത്രിയാവും. അപ്പൊ ജീവിതം ഇരുട്ടും വെളിച്ചവുമാണ്. ഇപ്പോൾ മഴയില്ല, കുറച്ചു കഴിഞ്ഞാൽ മഴയുണ്ടാകും. ജീവിതം എന്ന് പറയുന്നത് വെയിലും മഴയുമാണ്. അതുകൊണ്ട് അധികം പൊട്ടിച്ചിരിച്ച് തിമിർത്ത് ആഹ്ലാദം അത് നമുക്ക് വേണ്ടതില്ല. എപ്പോൾ ദുഃഖം വരുമെന്നറിയില്ല. അധികം ദുഃഖിച്ച് വളരെ പരവശനായി ഞാനിനി ഒന്നിനും ഇല്ല, അങ്ങനെ തളരേണ്ട കാര്യമില്ല. ദുഃഖം മാറി സന്തോഷം വരും. ഒന്നും ശാശ്വതമല്ല. പക്ഷെ അള്ളാഹു നമുക്ക് ഉദ്ദേശിക്കുന്നത് ഏതാണ്? സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ഉദ്ദേശിക്കുന്നത് ഐശ്വര്യമാണ്. എന്തുകൊണ്ട്? ഉസ്ർ, ഞെരുക്കം, ബുദ്ധിമുട്ട്, പ്രയാസം, അല്ലേ? യുസ്ർ, ക്ഷേമം, സന്തോഷം, ഐശ്വര്യം. ആ 2 വാക്കും നിങ്ങൾ സ്വന്തം ഒന്ന് പറഞ്ഞു നോക്കി. ഉസ്ർ എന്ന് പറഞ്ഞു, യുസ്ർ. ഏതാ എളുപ്പം പറയാൻ? പറയാൻ തന്നെ എളുപ്പം ഏതാണ്? യുസ്ർ അല്ലേ? സന്തോഷം. ഉസ്ർ ഐന് പറയണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ബുദ്ധിമുട്ടാ, അല്ലേ? ഇനി ഒന്ന് എഴുതി നോക്കാട്ടെ. യുസ്ർ
എളുപ്പത്തിൽ കഴിയും. അയിനോ ഒരു കയറ്റം ഒരു വളവും കഴിയും അല്ലേ? അയിന് എഴുതാൻ തന്നെ എന്ത് വേണം? അപ്പോ പ്രത്യക്ഷത്തിൽ തന്നെ ഉസ്റും യുസ്റും വേർതിരിയും. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഉസ്ർ, ഞെരുക്കം, ബുദ്ധിമുട്ട്, പ്രയാസം, ആ വാക്ക് ഖുർആനിൽ 12 പ്രാവശ്യമാണ്. എത്ര? നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, അള്ളാഹു ഇനിയും വലുതാക്കി തരാം. ഞാനും മോശമല്ല, അള്ളാഹു നന്നാക്കി തരാം. പക്ഷേ കുറച്ച് സമയം നിങ്ങൾ കുട്ടികളും ഞാൻ ഉസ്താദ് അതിന് റെഡി ഉണ്ടോ? അല്ലേ? ഉണ്ടാ? ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് ആയിട്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ വഅദിലേക്ക് വരും. അപ്പൊ പിന്നെ നമുക്ക് 2 കൂട്ടർക്കും പണിയൊന്നുമില്ല. എന്തുകൊണ്ട്? മൂസാ നബി അലൈഹി സ്വലാമും ഖദർ നബി അലൈഹി സ്വലാമും പോയി. ബുദ്ധിമുട്ടെല്ലാം ആര് സഹിച്ചു അല്ലേ? ഭക്ഷണം കിട്ടിയ സമയം, കിട്ടാത്ത സമയം നമുക്കൊന്ന് ഏത് വേണം? ഒരു നീട്ടിയ വഅദ് പറയണോ, ക്ലാസ് വേണം? എന്നാ ക്ലാസ് അല്ലേ? എന്നാ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഈ ലൈറ്റ് നിർബന്ധമായിരിക്കും, പക്ഷെ ഈ ലൈറ്റിന്റെ ഒരു പ്രകാശത്തിൽ നിങ്ങളെ സഭ ഇങ്ങനെ കാണാൻ പ്രയാസമുണ്ട്. അപ്പൊ അള്ളാഹു ഖൈർ തരട്ടെ. ഇനി അവരേക്കോളും, ഇനി അവർ ചെയ്യും, നിങ്ങളൊന്നും പറയണം. ഇനി അവരതിന്റെ ഏർപ്പാട് ചെയ്തു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അള്ളാഹു തആല ഖൈർ തരട്ടെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 12 പ്രാവശ്യം ഖുർആനിൽ ഏത് വാക്ക്? മദ്രസയിൽ മുഫത്തിഷ് വന്ന് കുളിയുടെ 13ാമത്തെ ഫർള് ഏത് എന്ന് ചോദിച്ചു. ഇപ്പൊ 2 കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ കുളത്തിൽ പോയി, പുഴയിൽ പോയി മുങ്ങുന്നതാണ്. പിന്നെ ഇതൊന്നും നോക്കണ്ടല്ലോ. അപ്പൊ നിങ്ങളങ്ങനെ മുങ്ങാൻ തീരുമാനിച്ച ഓക്കെ, മർഹബ മോനെ, അയ്വ, നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അള്ളാഹു ഖൈർ തരട്ടെ. അപ്പൊ നിങ്ങൾ എന്നെ കാണുന്നില്ല, ഞാൻ നിങ്ങളെ ഉഷാറായിട്ട് കാണുന്നില്ല. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഇവിടെ നോക്കാം. അള്ളാഹു റാഹത്ത് തരട്ടെ. ഞെരുക്കം, ബുദ്ധിമുട്ട്, പ്രയാസം, അത് 12 പ്രാവശ്യമാണ് ഖുർആനിൽ. എത്ര? 12. യുസ്ർ, സന്തോഷം, ഐശ്വര്യം, ക്ഷേമം, അല്ലാഹ്, അത് എത്ര പ്രാവശ്യമാണ്? 36 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 36. 12ന്റെ എത്ര ഇരട്ടിയാണ് 36? 3 ഇരട്ടി ഇല്ലേ? അപ്പൊ അള്ളാഹു നമ്മളോട് പറയുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു പ്രയാസം, ഒരു ഞെരുക്കം, ഒരു ബുദ്ധിമുട്ട്, ഒരു ദുഃഖം ഉണ്ടായോ? ക്ഷമിക്കണം, കുറച്ച് കാത്തിരിക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. 3 ഇരട്ടി സന്തോഷം വരാനിരിക്കുന്നുണ്ട്, 3 ഇരട്ടി ഐശ്വര്യം വരാനിരിക്കുന്നുണ്ട്, 3 ഇരട്ടി ക്ഷേമം വരാനിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ 1000 രൂപയുടെ ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. നിങ്ങൾക്ക് 3000 വരാനിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു മാസമായി നിങ്ങൾക്കൊരു ചെറിയ രോഗമുണ്ടോ? കുറച്ചൊന്ന് ക്ഷമിച്ച് നിങ്ങൾക്ക് കാലാകാലത്തേക്കും ആ രോഗം മാറിയിട്ട് ആരോഗ്യം വരാനിരിക്കുന്നുണ്ട്. ഫലാ തൈഅസ് ഇദാ അഅ്സർത യൗമ വഖദ് അയ്സർത ഫീ ദഹ്രിൻ തവീലി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഫലാ തൈഅസ് ഇദാ അഅ്സർത യൗമ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്വന്തമായി ഉണ്ടാകും, വിഷമിക്കണ്ട. കുടുംബത്തിലുണ്ടാകും, പ്രയാസപ്പെടണ്ട. സമ്പത്തിനുണ്ടാകും, പ്രയാസപ്പെടണ്ട. സംഘടനക്കുണ്ടാകും, ദുഃഖിക്കണ്ട. ഫലാ തൈഅസ് ഇദാ അഅ്സർത യൗമ വഖദ് അയ്സർത ഫീ ദഹ്രിൻ തവീലി. എത്ര കാലമായി സന്തോഷം. ഇപ്പൊ കണ്ണിന് ചെറിയ ഒരു എന്താണ് കണ്ണിനെന്താണ് ചെറിയ ഒരു കളർ ചേഞ്ചിങ്, ഒരു ചുവപ്പ് കളർ. എത്ര കാലമായി കണ്ണ് ഐശ്വര്യത്തോടു കൂടെ നിൽക്കുന്നത്? എത്ര കാലമായി? നിങ്ങളെ കണ്ണിന് വയസ്സ് എത്രയായി? ഓരോരുത്തരുടെ കണ്ണിന് വയസ്സ്. എൻ്റെ കണ്ണിൻ്റെ വയസ്സ് എനിക്ക് എത്രയായ വയസ്സ്? നിങ്ങൾ പറഞ്ഞോളി, എനിക്ക് സന്തോഷമുള്ളൂ. എത്രയായിട്ടുണ്ടാവും? 60. ഒരാൾക്ക് തോന്നിയത് 60. നിങ്ങൾ പറഞ്ഞോളൂ. 18 ആർക്കും അഭിപ്രായമില്ലല്ലോ.
എന്നാൽ ഞാൻ എൻ്റെ കൃത്യമായത് പറയാം. 1900 കുറേ ഇപ്പുറത്ത് ഞാൻ ജനിച്ചു. അതിൻ്റെ മുമ്പ് എത്രയോ പേര് കഴിഞ്ഞുപോയി. അപ്പൊ അള്ളാഹു റഹ്മത്ത് ചെയ്യണം. അപ്പൊ നമ്മുടെ കണ്ണ് എത്ര കാലമായി സന്തോഷത്തിൽ, നമ്മുടെ കേൾവി എത്ര കാലമായി സന്തോഷത്തിൽ, നമ്മുടെ കൈകൾ എത്ര കാലമായി സന്തോഷത്തിൽ, നമ്മുടെ പല്ല് എത്ര കാലമായി ഐശ്വര്യത്തിൽ, നമ്മുടെ നാവ് എത്ര വർഷമായി സന്തോഷത്തിൽ. ഫലാ തൈഅസ്, നീ ആശമുറിയല്ലേ. ഇതാ അഅ്സർത യൗമ, ഒരു ദിവസം വല്ല ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് നിരാശപ്പെടല്ലേ. ഫഇന്നൽ ഉസ്റ യത്ബഉഹു യസാറു വഖൗലുല്ലാഹി അസ്തഖു കുല്ലു ഖീലി. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റ. സംഘടനാ രംഗം, കുടുംബരംഗം, സാമ്പത്തിക രംഗം, അതല്ലെങ്കിൽ ശാരീരികം, എവിടെയാണോ നമുക്കൊരു മനസ്സിന് വിഷമം, നമുക്കൊരു പ്രയാസം, ആ പ്രയാസം പരസ്പരം ഇങ്ങനെ നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടും പറഞ്ഞു, നമുക്ക് രണ്ടാക്കും പരിഹരിക്കാൻ കഴിയൂല്ലോ, കഴിയൂല. പരിഹരിക്കാൻ കഴിയുന്ന അള്ളാഹുവിനോട് പറയണം, അല്ലാ ഞാനിങ്ങനെ വിഷമത്തിലാണ്, എൻ്റെ കുടുംബം, എൻ്റെ സംഘടന, എൻ്റെ പള്ളി, എൻ്റെ പ്രസ്ഥാനം, അള്ളാഹിനോട് പറയാം. നിങ്ങളും പറഞ്ഞു അള്ളാഹിനോട്, ഞാനും പറഞ്ഞു, നിങ്ങളും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല നമുക്ക് എന്ത് തരും? എന്ത് തരും? അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ഇരട്ടി അള്ളാഹു അങ്ങനെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും സംഘടനയിലും അള്ളാഹു നല്ല ഐശ്വര്യം നൽകുമാറാവട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ നീ സമാധാനം ചൊരിയണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഗുണങ്ങളാണ് നമ്മളിലൊക്കെ ഉണ്ടാകേണ്ടത്. അൽ മദീനത്തുൽ മുനവ്വറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് അൽ മക്കത്തുൽ മുകറമ. മക്കത്തുൽ മുകറമയിലെ ഒരു പ്രത്യേകത എന്താണ്? മുസ്ലിം ലോകത്തിന്റെ മനസ്സ് ഉണ്ടോ? മുസ്ലിം ലോകത്തിന്റെ മനസ്സ് കഅബ ശരീഫിലേക്ക് എപ്പോഴും എപ്പോഴും എപ്പോഴും. നമ്മളൊക്കെ ഇന്ന് സുബഹി നിസ്കരിച്ചു അല്ലേ? കഅബ ശരീഫ്. ദുഹാ നിസ്കരിച്ചു, കഅബ ശരീഫ്. വീട്ടിൽ നിസ്കരിച്ചു, കഅബ ശരീഫ്. പള്ളികളിൽ നിസ്കരിച്ചു, കഅബ ശരീഫ്. ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ മനസ്സ് വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്. കഅബ ശരീഫിനെ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കണ്ടാലും കണ്ടാലും പൂതി തീരാത്തത്. കഅബ ശരീഫ് കണ്ടിട്ട് ആർക്കെങ്കിലും മതിയായോ? മതിയായോ? ഇനി എനിക്ക് കാണണ്ട, അങ്ങനെ ആർക്കെങ്കിലും വിചാരമുണ്ടോ? യാ റബ്ബ്, വീണ്ടും കാണണം, വീണ്ടും കാണണം, വീണ്ടും കാണണം അല്ലേ? കഅബ ശരീഫിന്റെ ഒരു ഫോട്ടോ കാണുമ്പോഴേക്ക് നമുക്ക് കഅബ ശരീഫിലേക്ക് നമ്മൾ ബഹുമാനാർത്ഥം കാല് നീട്ടാൻ പാടില്ല. കഅബ ശരീഫിന്റെ എല്ലാം മസാബത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹം, വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹം. മസാബത്ത് എന്ന് പറഞ്ഞാൽ അതാ, കണ്ടാലും കണ്ടാലും പൂതി തീരുന്നില്ല, കേട്ടാലും കേട്ടാലും മതിയാകുന്നില്ല. അതാണ് മസാബത്ത്. ഓ പ്രിയപ്പെട്ട മുസ്ലിംകളെ, നമ്മുടെ ഉമ്മാനെ നമുക്ക് കണ്ടിട്ട് പൂതി തീർന്നോ? ഇല്ല. നമ്മുടെ വാപ്പാനെ നമുക്ക് കണ്ടിട്ട് പൂതി തീർന്നോ? നമ്മുടെ മക്കളെ നമുക്ക് കണ്ടിട്ട് പൂതി തീർന്നോ? നമ്മുടെ ഭാര്യയെ നമുക്ക് കണ്ട് പൂതി തീർന്നോ? നിങ്ങൾ മിണ്ടാണ്ടിരിക്കണ വേറെ ആളെ വേണം. ഭാര്യക്ക് നമ്മെ കണ്ടിട്ട് പൂതി തീർന്നോ? വർഷത്തിലായി ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് 41ാമത്തെ വർഷമായി. ഇപ്പൊ 40 പൂർത്തിയായപ്പോൾ മക്കളും മരുമക്കളും പേരമക്കളും എല്ലാം കൂടി 10-40 പേര് കൂടി ഞങ്ങളെ രണ്ടുപേരെയും ആദരിച്ചു. വലിയ സമ്മാനം എനിക്കും കിട്ടി, ഭാര്യക്കും കിട്ടി. മക്കൾ തന്നതാ. വലിയ സമ്മാനം അവരെല്ലാരും കൂടി കൂടി. നമുക്ക് നമ്മുടെ ഭാര്യയെ കണ്ട് പൂതി തീർന്നോ? ഇല്ല. അവൾക്ക് നമുക്ക് നമ്മുടെ ഉമ്മയെ എന്താണത്? മസാബത്തല്ലിന്നാസ്. മസാബത്ത്, കണ്ടാലും കണ്ടാലും പൂതി തീരാത്ത, കേട്ടാലും കേട്ടാലും പൂതി തീരാത്ത. ഇതാണ് വേണ്ടത്.
ഇതാണ് വേണ്ടത്. കഅബ ശരീഫ് മസാബത്ത്. ആ കഅബ ശരീഫിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലിയാലും പൂതി തീരുന്നുണ്ടോ? ചൊല്ലിയാലും പൂതി തീരുന്നുണ്ടോ? അവിടെയാണ് നോക്കണം നമ്മൾ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുജ്തബ, ത്വഹ റസൂലുള്ളാഹി. എന്താണ് ആ സ്വലാത്ത് സലാമിന്റെ? സ്വലാത്ത് സലാം, സലാം സലാം സമാധാനം, സലാം രക്ഷ, സലാം സുരക്ഷിതത്വം, സലാം കാവൽ. അവിടെ നമ്മള് യാ നബി സലാം. ഷറഫുൽ മൗലിദിന്റെ ഒരു വ്യാഖ്യാനമുണ്ട്. അതിൽ മഹാനവർകൾ എഴുതി കാണും സലാമത്ത്. ഏതൊക്കെ സലാമത്താണ്? സലാമത്ത് രക്ഷ, സമാധാനം. യാ നബി സലാം, അസ്സലാമു അലൈക അയ്യുഹൻ നബി. ആ സ്വലാത്ത് സലാം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് എന്തൊക്കെയാണ്? സലാമത്തുൻ നഫ്സ്, സലാമത്തുൻ നഫ്സ്. നബി തങ്ങളുടെ പേര് സ്വലാത്ത് സലാം വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിന് സംരക്ഷണം. സലാമത്തുൽ അഹ്ല്, കുടുംബത്തിന് സംരക്ഷണം. സലാമത്തുൽ ഇയാൽ, നമ്മുടെ ബന്ധുക്കൾക്ക് സംരക്ഷണം. സലാമത്തുൽ മാൽ, നമ്മുടെ സമ്പത്തിന് സംരക്ഷണം. സലാമത്തുൽ ഇർദ്, നമ്മുടെ അഭിമാനത്തിന് സംരക്ഷണം. മാനക്കേട് സംഭവിക്കാതിരിക്കാൻ, ഒരു സ്ഥലത്തും ഐബാകാതിരിക്കാൻ മുത്തുനബിയുടെ യാ നബി സലാം വർദ്ധിപ്പിക്കണം. ഐബത്തരം വരൂല. അതാ. പിന്നെയോ സലാമത്തുൽ ഖബർ, ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ സംരക്ഷണം. സലാമത്തുൽ ഖിയാമ, അന്ത്യദിനത്തിൽ സംരക്ഷണം. ഇങ്ങനെ 9 പറഞ്ഞിട്ട് 10ാമത്തത് ബഹുമാനപ്പെട്ടവർ സലാമത്തുദ് ദാറൈൻ, ഇരു വീട്ടിലും സംരക്ഷണം. യാ നബി സലാം, നബിതങ്ങൾക്ക് രക്ഷപ്പെടാനല്ല യാ നബി സലാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിതങ്ങൾക്ക് രക്ഷപ്പെടാനല്ല. ആർക്ക് രക്ഷപ്പെടാനാണ്? നമുക്ക് രക്ഷപ്പെടാൻ. ഏതിനൊക്കെ രക്ഷ? ശരീരത്തിന്, സമ്പത്തിന്, മാനഭിമാനത്തിന്, കുടുംബത്തിന്, വീടിന്, എല്ലാറ്റിനും. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് സംരക്ഷണമാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് സന്തോഷമാണ്, ഐശ്വര്യമാണ്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹു കണ്ടാലും കേട്ടാലും പൂതി തീരാത്തത് എങ്കിൽ, ഓ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇനി നമ്മളവിടെ ഓർക്കണം, നമ്മൾ പരസ്പരം നമ്മുടെ സമസ്തയുടെ മുഷാവറ നേതാക്കൾ, അവരെ നമുക്ക് കണ്ടാലും വീണ്ടും കാണണം. ഇപ്പൊ മാണി ഉസ്താദ് ഇവിടെ വന്നു അല്ലേ? അള്ളാഹു ദീർഘായുസ് കൊടുക്കണം. നേരത്തെ താജുശ്ശേരി ആയിരുന്നു ആ വരവുണ്ടായിരുന്നത്. കണ്ടാലും പൂതി തീരില്ല. യാ റബ്ബ് നാം ഓർക്കണം. ഇത് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്. കണ്ടാലും പൂതി തീരൂല, കേട്ടാലും പൂതി തീരൂല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കണ്ടിട്ട് ആർക്കെങ്കിലും മതിയായോ? ഇപ്പൊ ഞാനും ഉസ്താദും ഇന്നലെ ഞങ്ങൾ അബുദാബിയിൽ, ദുബായിൽ, നമ്മള് ഉസ്താദ് അറബ് രാജ്യത്ത് എത്തുമ്പോൾ ഉസ്താദിനെ കാണാൻ ക്യൂ നിൽക്കുന്നത് ആരാണ്? അറബി സഹോദരന്മാരാണ്. ഉസ്താദിനെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് ആരാണ്? അറബി സഹോദരന്മാരാണ്. അവരാണ് കാത്തു നിൽക്കുന്നത് ഉസ്താദിനെ കാണാൻ. മസാബത്തൻ ലിന്നാസ്. കഅബ ശരീഫിന്റെ പ്രത്യേകത കണ്ടാൽ പൂതി തീരാത്തത്, കേട്ടാൽ പൂതി തീരാത്തത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ കഅബ ശരീഫിന്റെ പിന്നെ ആരാണ്? റസൂലുള്ളാഹി. കേട്ടാലും പൂതി തീരാത്തത്. ഓ വിശ്വാസികളെ, നിങ്ങളും ഞാനും എങ്ങനെയായിരിക്കണം? മസാബത്തൻ ലിന്നാസ്. സെക്രട്ടറിക്ക് പ്രസിഡന്റിനെ കണ്ടാൽ പൂതി തീരുന്നില്ല, പ്രസിഡന്റിക്ക് സെക്രട്ടറിനെ കണ്ടാൽ പൂതി തീരുന്നില്ല. പ്രവർത്തകർക്ക് അനുയായികളെ കണ്ടാൽ, അനുയായികൾക്ക് നേതാക്കളെ കണ്ടാൽ നമ്മളെല്ലാം എങ്ങനെയായിരിക്കണം? നമ്മളൊക്കെ ഇങ്ങനെ മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ, കേൾക്കാൻ, അങ്ങനെ ഒരു വല്ലാത്ത ഒരു സന്തോഷം. ചെറിയവരും വലിയവരും, കുട്ടികളും നേതാക്കളും അനുയായികളും. മസാബത്തൻ ലിന്നാസ്. നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷമാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷമാണ് അല്ലേ? ആ മനസ്സിന്റെ സന്തോഷം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അൽ മദീനത്തുൽ മുനവ്വറ അവിടെ നബി തങ്ങൾ വന്നു മദീനയിൽ. എന്നിട്ട് എന്താ ചെയ്തത്? ഒരു മദീനയെ ഒരു ഇസ്ലാമിക് സൊസൈറ്റിയാക്കി പരിവർത്തിപ്പിച്ച് മാറ്റിയെടുത്തു. നമ്മൾ ഉദ്ദേശിക്കുന്നത് കർണാടകത്തിൽ, ദക്ഷിണ കന്നഡയിൽ, കേരളത്തിൽ നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസികൾ വർദ്ധിച്ച് ശക്തിയായി അല്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്തായിരുന്നു ചെയ്തത്? അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കുക. മദീന മുനവ്വറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളെ വീട്ടിൽ താമസമാക്കി. എല്ലാവരും അങ്ങോട്ട് ഒഴുകുകയാണ്. പക്ഷെ അവിടെ ഒരു വലിയ പണ്ഡിതൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു സലാം. പിന്നീട് സ്വഹാബിയായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു സലാം. അദ്ദേഹം മദീനയിലെ അറിയപ്പെട്ട വേദ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് തൗറാത്ത് അറിയാം, അദ്ദേഹത്തിന് ഇഞ്ചീൽ അറിയാം. ആ നാട്ടുകാർ മുഴുവനും ഏത് വിഷയത്തിനും ആരെയാണ് സമീപിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു എന്ന് കേട്ടപ്പോൾ ആളുകളൊക്കെ ഒഴുകിപ്പോയി. അദ്ദേഹം പോയില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു പണ്ഡിതനാണ്, ഒരു പണ്ഡിതൻ, ഒരു ഉസ്താദ്. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആലോചിക്കണം, പോകാൻ പറ്റിയ സ്ഥലമാണോ അല്ലേ, പോകേണ്ടത് തന്നെയാണോ അല്ലേ, പോകാൻ സമയമായോ ഇല്ലേ. എന്തുകൊണ്ട്? സാധാരണക്കാരുടെ കിതാബ് ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ കിതാബാണ് പുസ്തകം, അല്ലേ? ആലിമീങ്ങളെ കിതാബ് ബുഖാരി, ആലിമീങ്ങളെ കിതാബ് ഫത്ഹുൽ മുഈൻ, അല്ലേ? സാധാരണക്കാരുടെ കിതാബ് ഏതാ? നമ്മളൊക്കെ പറയും അങ്ങനെ തെറ്റാണെങ്കിൽ ഉസ്താദിനെ അവിടെ കാണൂലല്ലോ, അതങ്ങനെ പാടില്ലാത്തതാണെങ്കിൽ ഉസ്താദ് എടുക്കോ? ഉസ്താദ് ഉണ്ടായല്ലോ, ഉസ്താദിനെ കണ്ടപ്പോഴാണ് ഞാൻ പോയത്. ആണോ അല്ലേ? അപ്പൊ നിങ്ങളെ കിതാബ് ആരാ? ഉസ്താദാണ്. നമ്മുടെ സാധാരണക്കാരന്റെ കിതാബ് ആരാണ്? ഉസ്താദാണ്. ഉസ്താദ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ പിന്നെ പോണോ പോകണ്ടേ എന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ ഉസ്താദ് പോകുന്നുണ്ട്, അപ്പൊ ഞാനും പോയി. ആണോ അല്ലേ? അപ്പോ ആലിമീങ്ങൾ ഒരു വിഷയത്തിന് സംസാരിക്കുമ്പോൾ, ആലിമീങ്ങളുടെ വിഷയത്തിൽ കൈവെക്കുമ്പോൾ, ആലിമീങ്ങളുടെ വിഷയത്തിന് പോകുമ്പോൾ 2-3 വട്ടം ആലോചിക്കണം. പോണോ പോണ്ടേ, ആയോ ആയില്ലേ. എന്തുകൊണ്ട്? വെറുതെ അങ്ങ് ഓടിപ്പോയി. അവിടെ ഒരാള് വന്നിട്ടുണ്ട്. എന്താ ആള്? ഭയങ്കരം എന്തോ കിട്ടിയിട്ടുണ്ട്, എന്തോ കിട്ടിയിട്ടുണ്ട്. ഭാഗവേ. അപ്പൊ അന്വേഷിച്ച് പോയി. എന്താ കിട്ടിയത്? പുറത്ത് 4 കിട്ടിയതാ മുമ്പ്. എന്തോ കിട്ടി. അത് കേട്ടുകൊണ്ടൊരു ആലിമിന് പോകാൻ പറ്റുമോ? ആലിമീങ്ങൾ എവിടെയെങ്കിലും അങ്ങോട്ട് ഓടിക്കയറേണ്ടവരല്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി പോണ്ടത് തന്നെയാണോ, ശരിയായ ത്വരീഖത്താണോ, നല്ല വലിയാണോ, നല്ല ആളാണോ, നല്ലതാണോ? അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുന്നത് എന്നാണ്, ഞാൻ ആലോചിച്ചു പോണോ പോണ്ടേ. അങ്ങനെ പോയി തിരിച്ചു വരുന്ന ആളുകളൊക്കെ വന്ന് പറയുന്നത് ഇങ്ങനെ നോക്കി. എന്താണ് പറയുന്നത്? ശരി, നബി തങ്ങളെ കണ്ട ആള് പറഞ്ഞത് തൗറാത്തുമായിട്ട് ഒത്തിട്ടുണ്ട്, ഇഞ്ചീലിൽ പറഞ്ഞ അടയാളമായിട്ട് ഒത്തിട്ടുണ്ട്. പറയുന്നതൊക്കെ നല്ല കിതാബിൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ് കണ്ട അടയാളം വന്നവരൊക്കെ പറയുന്നത്. അപ്പൊ ആര് പോയി? അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെന്നു. മദീനയിലേക്ക് അങ്ങോട്ട് എത്തിയിട്ട് അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളെ വീടിന്റെ പരിസരത്തെത്തുമ്പോൾ മദീനയിൽ ജനനിബിഡമാണ്, നിറഞ്ഞു നിൽക്കുന്നുണ്ട് ജനങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗത്തിന് എഴുന്നേറ്റു. അബ്ദുല്ലാഹി ഇബ്നു സലാം ആദ്യമായി മദീനയിൽ നിന്ന് നബി തങ്ങളെ നാവിൽ നിന്ന് കേൾക്കുന്നത് എന്താണ് കേൾക്കുന്നത്? അല്ലാഹു റബ്ബി അലാ അഫ്ശുസ് സലാമ ബൈനക്കും, അലാ അഫ്ശുസ് സലാമ ബൈനക്കും. എന്താണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അവിടെ 2 കൂട്ടരുണ്ട്. ആരാണ് മദീനത്ത്? ഒന്ന് ഔസ് ഒരു വിഭാഗം, ഒന്ന് ഖസ്റജ് ഒരു വിഭാഗം. ഔസ് ഖസ്റജ് 2 വിഭാഗം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 2 കൂട്ടരുടെയും വിഭാഗീയത മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാറ്റിക്കൊണ്ട് പേര് വെച്ചു മുഹാജിർ അൻസാർ. ഔസ് ഖസ്റജ് പോയി, പിന്നെ ആരായി? മുഹാജിർ അൻസാർ. മനസ്സിലായോ?
രണ്ട് കൂട്ടയും യോജിപ്പിച്ച് നിർത്തിയിട്ട് അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സ്നേഹത്തിന്റെ പാലം പണിയണം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അസ്സലാം, വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് അസ്സലാം, കുടുംബത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് അസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന മുനവ്വറയിലെ ജനങ്ങളെ മനസ്സും ഒരുമിച്ച് നിർത്തി. അഫ്ശു സലാമ ബൈനക്കും. അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് ആമുഖ പ്രസംഗം എന്താണ്? ഒന്ന്, നമ്മൾ മനസ്സ് നന്നാവണം. കണ്ടോ, മനുഷ്യരായിട്ടാണ് മതം ഉണ്ടാകേണ്ടത്. നമ്മൾ ആദ്യം മനുഷ്യനാവണ്ടേ? അതാ മനുഷ്യന്റെ മനസ്സ്, അത് ക്ലിയർ ആവും. അപ്പൊ അതിന് ഏറ്റവും നല്ലത് അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ സലാം. കണ്ടോ, സാമൂഹ്യ നീതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിശന്നവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. വെള്ളം, ഭക്ഷണം, ചികിത്സ അടിസ്ഥാന ആവശ്യമാണ്. അങ്ങനെ മനുഷ്യൻ തമ്മിൽ മനസ്സുകൊണ്ട് സമാധാനമായി, കുടിക്കാൻ വെള്ളമായി, കഴിക്കാൻ ആഹാരമായി, ആ ഒരു പ്രാഥമിക രീതിയിൽ നമുക്കൊക്കെ ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ മനസ്സിനെ നല്ല പോലെ പരിവർത്തിപ്പിച്ചിട്ട് ആ നല്ല മനസ്സിലേക്ക് അല്ലാഹു തആല പറഞ്ഞു വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞയച്ചു സ്വഹാബാക്കളെ. അവരോടൊക്കെ ഏൽപ്പിച്ചു, എന്ത് വേണം? നിങ്ങൾ അവിടെ ചെന്ന ഉടനെ വേഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലല്ല, പിന്നെന്ത് വേണം? ബശ്ശിറ, പോകുന്ന നിങ്ങൾ ആ നാട്ടുകാർക്ക് സന്തോഷമാവണം. നിങ്ങൾ അവിടെ എത്തിയാൽ നിങ്ങളെ ശരീരം, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ ഇടപെടൽ, നിങ്ങളുടെ സംസാരം നാട്ടുകാർക്ക് വലിയ സന്തോഷമാവണം. അങ്ങനെ നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കിയിട്ട് അവർക്ക് ഏത് പഠിപ്പിക്കണം? അള്ളാനെ പഠിപ്പിക്കണം. അപ്പൊ നമ്മളൊക്കെ ദീനീ ദഅവത്തും ദീനീ പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യം അതാ. നബി തങ്ങളുടെ സംസാരം നോക്കൂ നിങ്ങൾ. എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ കലാം? നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആരും ഉണ്ടാവില്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ധൃതിയിൽ പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാകാതെ പോകില്ല. മാത്രമല്ല, മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കേണ്ട ആൾക്ക് കൂടുതൽ ബോധ്യമാകാൻ, സാധാരണ കേൾക്കാത്തതും അറിയാത്തതും ആണെങ്കിൽ നബി തങ്ങൾ അത് 3 പ്രാവശ്യം ആവർത്തിക്കും. നബി തങ്ങൾ അത് 3 പ്രാവശ്യം ആവർത്തിച്ചു പറയും. വാർത്ത വായിക്കൽ എങ്ങനെ? റേഡിയോ വാർത്ത വായിക്കൽ, ആകാശവാണി, മംഗലാപുരം വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ അല്ലേ? വാർത്തകൾ വിശദമായി ആണോ അല്ലേ? നിങ്ങളെ ഭാഷയിൽ പറഞ്ഞോളൂ. നിങ്ങൾ 3 പ്രാവശ്യം ഇത് എവിടുന്ന് പഠിച്ചു? നബി മുഹമ്മദ് മുസ്തഫ. 10 മിനിറ്റ് നബി തങ്ങൾ സംസാരിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 പ്രാവശ്യം ആവർത്തിക്കും. കേട്ട ആർക്കും ബോധ്യമാകാത്തതില്ല നമ്മുടെ സംസാരം. അതാരാ? അത് KCF-ന്റെ ആൾ. അതാരാ? അത് മുസ്ലിം ജമാഅത്തിന്റെ ആൾ. അതാരാ? അത് AP ഉസ്താദിന്റെ പ്രവർത്തകന്മാർ. അതാരാ? AP ഉസ്താദിന്റെ നേതാക്കൾ. അവരൊരു സംസാരം കണ്ടില്ല, അവരൊരു പ്രവർത്തനം കണ്ടില്ല. മസാബത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് കണ്ടാൽ പൂതി തീരാത്ത, ജനങ്ങൾക്ക് കേട്ടാൽ പൂതി തീരാത്ത. നിങ്ങളും ഞാനും തമ്മിൽ മനസ്സിന് പൊരുത്തമില്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഓടി വരുമോ? കാണാത്ത പോലെ പോകുമോ? ഏതാണ്ടാവുക? ഉള്ളത് പറഞ്ഞാൽ മതി. കണ്ടില്ല എന്ന് വെക്കും അല്ലേ? കണ്ടില്ല എന്ന് വെക്കും. നമ്മുടെ കുടുംബത്തിൽ പിണക്കമുണ്ടായാൽ നമ്മൾ കണ്ടു എന്ന് വെക്കോ? കണ്ടില്ല എന്ന് വെക്കും. നമ്മുടെ വീട്ടുകാരോട് നമ്മൾ പിണങ്ങിയാൽ കണ്ടെന്ന് വെക്കോ? കണ്ടില്ല എന്ന് വെക്കും. ഇതെല്ലാറ്റിലും നമ്മൾ ശ്രദ്ധിച്ചു. മസാബത്തൽ ലിന്നാസ്, അല്ലാഹു റബ്ബി. അതുകൊണ്ട് അള്ളാഹുവിനെ കാണുക, റസൂലുള്ളാഹിനെ കാണുക, കഅബ ശരീഫിനെ കാണുക, ഖുർആൻ കാണുക, അങ്ങനെ തുടങ്ങി എല്ലാം കണ്ടാലും കേട്ടാലും പൂതി തീരാത്തതാണ്. ഭാര്യയെ കാണുക, ഭർത്താവിനെ കാണുക, മക്കളെ കാണുക, ഇതൊക്കെ അങ്ങനെയാണ് അല്ലേ? എന്ന പോലെ ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കാണുക,
ഒരു പ്രവർത്തകൻ മറ്റൊരു പ്രവർത്തകനെ കാണുക, ഒരു പ്രവർത്തകൻ ഒരു നേതാവിനെ കാണുക, ഒരു നേതാവ് ഒരു പ്രവർത്തകനെ കാണുക. മസാബത്തൽ ലിന്നാസ്, കണ്ടാൽ പൂതി തീരാത്ത രൂപത്തിൽ ഹൃദയബന്ധം ഉണ്ടാവണം. ആ ഹൃദയബന്ധം നമുക്ക് അല്ലാഹു തആല നിലനിർത്തി തന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് അതിനുവേണ്ടി പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണത്? നമ്മളെപ്പോഴും ജനമധ്യത്തിൽ നമ്മളെപ്പോഴും എന്തായിരിക്കണം? നല്ല വസ്ത്രധാരണം. നമ്മളൊരു ഫക്കീറാണ് എന്ന് തോന്നാൻ പാടില്ല. AP വിഭാഗം ആൾക്കാരൊക്കെ ആരാണ്? പറ്റ ഫക്കീറന്മാരാണ്. അങ്ങനെ തോന്നുകയാണോ വേണ്ടത്? ആണോ? പിന്നെന്ത് വേണം? നമ്മളെ കണ്ടാൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? താഴ്ന്ന കൈയല്ല, മുകളിലെ കൈ. അതേതാ? അൽ യദുൽ ഉല്യ, അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല. താഴ്ന്ന കൈയിനേക്കാൾ നബി തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉയർന്ന കൈയാണ്. നമ്മൾ ആരായിരിക്കണം? മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം, വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരല്ല. നമുക്ക് ഈ വർഷം ഒരു ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾ സക്കാത്ത് വാങ്ങുകയാണ്. അള്ളാഹിനോട് ദുആ ചെയ്യണം, പടച്ചവനെ അടുത്ത വർഷം ഈ സക്കാത്ത് വാങ്ങേണ്ട ഗതികേടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണേ. അപ്പോഴാണ് ഫക്കീർ മുതലാളിയാവുള്ളൂ. പക്ഷെ നമ്മളെന്താ ചെയ്യണത്? ഈ കൊല്ലം സക്കാത്ത് തന്നാൽ അയാളെ വീട്, അയാളെ സ്ഥലം ഒക്കെ അടയാളപ്പെടുത്തി പോരാണ്, അടുത്ത വർഷം നേരത്തെ പോയി വാങ്ങാൻ. പിന്നെ നമ്മൾ നന്നാവും. ഈ കൊല്ലം സക്കാത്ത് വാങ്ങാൻ പോയപ്പോ നോമ്പ് 28-നാ. അപ്പൊ നമ്മൾ തീരുമാനിച്ചു അടുത്ത കൊല്ലം 20-ന് തന്നെ വരണം. അപ്പൊ പിന്നെ നമ്മൾ എന്നും ഫക്കീറായിട്ട് പോകും. മറിച്ചതല്ല, നമ്മളൊക്കെ മൗലിദ് ഓതുന്നില്ലേ? ഒരു മൗലിദിന്റെ വരി ഞാൻ ചൊല്ലാം, നിങ്ങളൊന്ന് കൂടെ ചൊല്ലണം. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത ഇക്സീറുൻ വഗാലി. ഇക്സീറുൻ വഗാലി എന്ന് പറഞ്ഞാൽ എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേക സിഫത്താണ്. ഇക്സീറുൻ വഗാലി. എന്താണ് നബി തങ്ങളുടെ പ്രത്യേകത? എന്താണ് നബി തങ്ങളുടെ പ്രത്യേകത? താഴ്ന്നവനെ ഉയർന്നവനാക്കുക. ഇക്സീർ, ഇക്സീർ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഇക്സീർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചെമ്പാക്കുക, ചെമ്പ് സ്വർണമാക്കുക. അതിനാണ് ഇക്സീർ എന്ന് പറയുന്നത്. താഴ്ന്നതിനെ മുന്തിയതാക്കുക, പരിഗണിക്കപ്പെടാത്തതിനെ ചേർത്ത് പിടിക്കുക, എരന്ന് നടക്കുന്നയാളെ മാന്യനാക്കുക. അതാണ് ഇക്സീർ. ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നാം ഉയർന്ന നിലവാരത്തിലായിരിക്കണം. ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശിയായി ആലിമാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്. AP ഉസ്താദ് ആഗ്രഹിക്കുന്നത് എന്താ? നമുക്കൊക്കെ നല്ല ഐശ്വര്യം, നല്ല സന്തോഷം, അല്ലേ? ഉസ്താദിന്റെ ഡ്രസ് എപ്പോഴും നമ്മളതോ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ വിചാരിക്കണം, അല്ലേ? ഉസ്താദ് ഒരു ലോകോത്തര നിലവാരത്തിൽ മർക്കസും മറ്റുമൊക്കെ ഉണ്ടാക്കി. നമ്മളെ കർണാടകത്തിൽ നമുക്കോ ഇവിടെ നമ്മളെ വലിയ കേന്ദ്രത്തിന്റെ പണി കഴിഞ്ഞോ? മുമ്പെങ്ങാണ്ട് തുടക്കി വെച്ചതിന് ശേഷം ഉണ്ട്. അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ KCF ഉണ്ടല്ലോ, നിങ്ങളൊക്കെ കർണാടകത്തിന്റെ, ഗൾഫിന്റെ എല്ലാ രാജ്യത്തും അവര് സജീവമാണ്. അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്ത് നൽകുമാറാവട്ടെ. നമ്മൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അൽ യദുൽ ഉല്യ, മുകളിലെ കൈ, ഖൈറും മിനൽ യദി സുഫ്ല, താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. നമ്മൾ ആരായിരിക്കണം? യദുൽ ഉല്യ. ഇന്ന് സക്കാത്ത് വാങ്ങാണ്ട് ഗതികേട് വന്നാൽ നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കണം, പടച്ചവനെ അടുത്ത കൊല്ലം ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കി തരണം. അപ്പൊ നമ്മൾ ഫക്കീർ എന്താകും? മിസ്കീനാകും. മിസ്കീൻ ആരാകും? ഗനിയാകും. നമ്മളതിന് വിചാരിക്കുന്നത് അടുത്ത കൊല്ലം നേരത്തെ വന്ന് വാങ്ങണമെന്നാണ്. പിന്നെ നമ്മൾ കൂടുതൽ ഫക്കീറാകും. അന്ത ഇക്സീറുൻ വഗാലി. അപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളായ സഹോദരന്മാർ മറ്റു മതക്കാർക്കിടയിൽ, മറ്റു രാഷ്ട്രീയക്കാർക്കിടയിൽ, മറ്റു പ്രവർത്തകർക്കിടയിൽ നല്ല ഇസ്സത്തിൽ, നല്ല സന്തോഷത്തിൽ, നല്ല അന്തസ്സിൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. പക്ഷെ അതിനെന്ത് വേണം? നമ്മുടെ വലിയ കൂട്ടായ്മ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. മദീന ഒരു സൊസൈറ്റി ആക്കി എടുത്തപ്പോൾ
ആ സൊസൈറ്റിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും സജീവമാകണം. അതുകൊണ്ട് ഒരിക്കൽ നബി തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാവർക്കും അറിയാം. മദീനയിൽ ഒരു സഭയിൽ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഇന്ന് നോമ്പെടുത്തത് ആരാണ്? ഇന്ന് നോമ്പെടുത്തത് ആരാണ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഇന്ന് രാവിലെ മുതൽ ചായ കഴിക്കാതെ മഗ്‌രിബ് വരെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നവരാരാണ് എന്നാണോ ആ ചോദ്യം? ആണോ? എന്തായിരുന്നു ഇന്ന് നോമ്പെടുത്തവരാരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ആ ചോദ്യം? നോമ്പ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിട്ട് നബി തങ്ങൾ പരിവർത്തനം ഉണ്ടാക്കിയത് പഠിക്കണം നമ്മൾ. എത്രയോ ആളുകൾ വഅദ് പറയും. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഇന്ന് നോമ്പെടുത്തത് ആരാണ്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. ഇന്ന് രോഗം സന്ദർശിച്ചത് ആരാണ്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. ഇന്ന് ജനാസ സന്ദർശിച്ചത് ആരാണ്? അന യാ റസൂലല്ലാഹ്. മൂന്നിനും മറുപടി പറഞ്ഞത് ആരാണ്? സിദ്ദീഖ് തങ്ങളാണ്. അതും പറഞ്ഞു പോവുകയാണ് നമ്മൾ. എന്തായിരുന്നു ആ ചോദ്യം? എന്തായിരുന്നു ആ ചോദ്യം? ഇന്ന് നോമ്പെടുത്തത് ആരാണ്? നോമ്പിന് നമ്മുടെ ശരീരത്തിന് കുറെ വികാരങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിന് കുറെ ആവശ്യങ്ങളുണ്ട്, അല്ലേ? നമുക്ക് ദാഹിക്കുന്നു, വെള്ളം കുടിക്കണം. ഈ ആവശ്യം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറുള്ളത് ആരാണ്? നമുക്ക് ഭക്ഷണം വേണം, അല്ലേ? നമുക്ക് ഭക്ഷണം വേണം. നല്ല നെയ്ച്ചോറ്. ഇവിടെ ഭക്ഷണം ഉണ്ടോ? ഉണ്ടല്ലേ? ഫുഡ് ഉണ്ടല്ലേ? എന്താണ്? നല്ല നെയ്ച്ചോറ് ഉണ്ടോ? നമുക്ക് ഉച്ചക്ക് നല്ല വിശപ്പുണ്ട്. അള്ളാഹുവിന് വേണ്ടി ആ ഭക്ഷണം മാറ്റിവെക്കാൻ ആര് തയ്യാറുണ്ട്? വെള്ളം നമ്മുടെ ഒരു അത്യാവശ്യമാണ്, ഭക്ഷണം ഒരു ആവശ്യമാണ്, നമ്മുടെ ഭാര്യ നമ്മുടെ ഒരു അത്യാവശ്യമാണ്, അല്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്, അല്ലേ? അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആര് തയ്യാറുണ്ട്? അതാണ് ഇന്ന് നോമ്പെടുത്തവൻ ആരുണ്ട് എന്ന് ചോദിച്ചത്. ഇന്ന് നോമ്പെടുത്തത് ആരുണ്ട്? ഈ മദീനയെ ഒരു സൊസൈറ്റിയാക്കി മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യം, നമ്മുടെ സ്വന്തം വികാരം, നമ്മുടെ സ്വന്തം, അല്ലേ? നമ്മൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരൂലേ? ചില ആളുകൾക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യം വരും. ചില ആളുകൾക്ക് ദേഷ്യം എന്താണെന്ന് അറിയില്ല, എന്ത് പറഞ്ഞാലും. ചില ആളുകൾക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്, അല്ലേ? എന്താ ദേഷ്യപ്പെടരുത്? ദേഷ്യം പിടിച്ച് ഒറ്റ ദേഷ്യം മതി കിണറ്റിൽ വീഴാണ്. പോരെ? ഒറ്റ ദേഷ്യം. എവിടേക്ക്? ആഴമുള്ള കിണറ്റിലേക്ക്. ഇനി ഇങ്ങോട്ട് കയറാൻ എത്ര ദേഷ്യം വേണ്ടി വരും? ലാ തഗ്ളബ്. അപ്പൊ നമ്മുടെ ദേഷ്യം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കുക, നമ്മുടെ വികാരം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കുക, നമ്മുടെ സ്വഭാവം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ഈ മദീനയെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി മാറ്റിയെടുക്കാൻ നിങ്ങളിലുള്ള സ്വന്തം താല്പര്യം, നിങ്ങളെ സ്വന്തം വികാരം, നിങ്ങളെ സ്വന്തം വിചാരം, ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ പ്രതിജ്ഞയെടുത്ത ആരുണ്ട്? ആരാണ് ഇന്ന് നോമ്പെടുത്തത് എന്ന് ചോദിച്ചാൽ വെള്ളം കുടിക്കാത്ത ആളാരാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ രണ്ട് നേരത്തെ ഭക്ഷണം, ഒരു നാസ്തി, ഒരു ഉച്ചക്കത്തെ ചോറും. അതിപ്പോ അല്ലാത്ത എത്ര ദിവസം നമ്മൾ ഒഴിവാക്കുന്നുണ്ട്? ഞാൻ ഇന്നലെ രാത്രി, മിനിഞ്ഞാന്ന് രാത്രി വിമാനത്തിൽ കയറുമ്പോൾ അത് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇപ്പൊ നമ്മളെ എന്തായാലും പേര് ബഷീർ സാഹിബ്, ഇന്ന് രാവിലെ നല്ല ഉറങ്ങി കഴിഞ്ഞിട്ട് അയാളെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പൊ എത്രയായി? അപ്പൊക്കെ എത്രയായി? 12 മണിക്കൂറേ നോമ്പുള്ളൂ, എനിക്ക് 22 മണിക്കൂർ. എന്നിട്ടിപ്പോ വല്ലതും സംഭവിച്ചു? ഇതാണോ അള്ളാഹു റസൂൽ ചോദിച്ചത്? ഇതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? കുറച്ചു നേരം വെള്ളം കുടിക്കാത്തത് ആരാണ്? കുറച്ചു നേരം ഭക്ഷണം കഴിക്കാത്തത് ആരാണ്? അതാണോ ചോദിച്ചത്? മദീനയെ ഒരു ഇസ്ലാമിക് സൊസൈറ്റി ആക്കിയിട്ട് പരിവർത്തിപ്പിക്കുകയാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ ദീനിയ ഒരു വിപ്ലവം സാധ്യമാക്കിയിട്ട് ഒരു ഇസ്ലാമിക രാജ്യമാക്കുകയാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ നോമ്പെടുക്കാൻ ആരുണ്ട്? നോമ്പെടുത്തത് ആരുണ്ട്? എന്താണ് നോമ്പ്? നമ്മുടെ ദേഷ്യം, നമ്മുടെ അസൂയ, നമ്മുടെ വിദ്വേഷം, നമ്മുടെ വിശപ്പ്, നമ്മുടെ ദാഹം, നമ്മുടെ വാക്കുകൾ, അതൊക്കെ റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ ആര് തയ്യാറുണ്ട്? അങ്ങനെ മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ആവശ്യത്തെക്കാൾ മറ്റേയാളെ പരിഗണിക്കും. നമ്മുടെ ആവശ്യത്തെക്കാൾ നമ്മൾ മാറ്റിവെക്കുമ്പോ പിന്നെ എങ്ങനെയാവും? നമ്മുടെ ആവശ്യത്തെക്കാൾ മറ്റേയാളെ പരിഗണിക്കും, അല്ലേ? ഇല്ലാത്തവനെ പരിഗണിക്കും. അതാണ് ചോദിച്ചത്. ആരോഗ്യമുള്ള കൂട്ടത്തിൽ ആരുണ്ട് രോഗിയെ സന്ദർശിച്ചത്?
അവിടെ ഒരാൾ രോഗമാണ്, അവിടെ ഒരാൾക്ക് രോഗമാണ്. നിങ്ങൾ ആരെങ്കിലും കാണാൻ പോയോ? നമ്മുടെ ആവശ്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ ആവശ്യം പരിഗണിച്ചത് ആരുണ്ട്? അതാണ് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? മൂന്നാമത്, സമൂഹം എല്ലാവർക്കും വരുന്നൊരാവശ്യമാണ് മരണം സംഭവിക്കുക. ആ സമയത്ത് ഒരു കൈത്താങ്, ഒരു കാരുണ്യം, ആ കാരുണ്യത്തിന് പ്രവർത്തിക്കാൻ ആര് തയ്യാറുണ്ട്? അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്. ഈ കൂട്ടത്തിലുള്ള നാം എല്ലാം നമ്മുടേതായ പ്രദേശത്ത്, മംഗലാപുരം ജില്ലയല്ലേ ഇത്? ദക്ഷിണ കന്നഡ ജില്ല അല്ലേ? ഈ ജില്ലയിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മുടെ സ്വന്തം വിചാരം ബാക്കിയുള്ളത് അതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ആരുണ്ട്? നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് സാധിക്കുന്നത് ചെയ്യാൻ നോക്കൂ. നിങ്ങൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൻഈമിൽ കഴുമരത്തിൽ നാട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്നറിയാം അല്ലേ? ഹുബൈബ് റളിയല്ലാഹു തൂക്കമരത്തിൽ കയറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, നമ്മുടെ ഹബീബ് പ്രിയങ്കരനായ ഹുബൈബ് റളിയല്ലാഹുവിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി കഴുമരത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. അല്ലാഹ്, അദ്ദേഹത്തെ അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുവരണം. ആരാണ് തയ്യാറെന്ന് ചോദിച്ചു. പ്രവർത്തകർ മനസ്സിലാക്കണം, ആരാണ് തയ്യാറെന്ന് ചോദിച്ചു. അപ്പോ ഒരു സ്വഹാബി, ആരാണ് ആ സ്വഹാബി? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഭർത്താവാണ്. അസ്മാ ബീവിന്റെ ഭർത്താവ്. എന്താ മൂപ്പരുടെ പേര്? 5ാമത്തെ മെമ്പറായി ഇസ്ലാം മതം സ്വീകരിച്ച പുരുഷനാണ് സുബൈർ ഇബ്നുൽ അവ്വാം. എന്താ പേര്? സുബൈർ ഇബ്നുൽ അവ്വാം. അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പോയി കൊണ്ടുവരാം. ആരാണ്? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കമരത്തിൽ കയറ്റിയിട്ട് ശത്രുക്കൾ ചുറ്റുഭാഗത്ത് വാളുമായിട്ട് കാത്തു നിൽക്കാൻ. അവരെ മധ്യത്തിൽ പോയിട്ട് ആ ഡെഡ് ബോഡി കൊണ്ടുവരണം, ആ ജനാസ. ആരാണ് തയ്യാറെന്ന് ചോദിച്ചു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്. സിദ്ദീഖ് തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച 3 സമയങ്ങളിൽ ഒന്നാണത്. എന്തുകൊണ്ട്? മുത്തുനബി അത് ചോദിച്ചപ്പോൾ ഞാനാണ് നബിയെ എന്ന് പറഞ്ഞത് ആരാ? എന്റെ മകളെ ഭർത്താവാ, എന്റെ മരുമകൻ എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയാം. നിങ്ങൾ എന്താ പറയാ? ഓക്കെയാണോ? ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് 3 സമയത്താണ്. ഒന്ന്, എന്റെ മരുമകനാണ് ആ സമയത്ത് എന്ത് പറഞ്ഞത്? അനയാ റസൂലല്ലാഹ്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നബിയെ ഞാൻ പോയി കൊണ്ടുവരാം. സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ എഴുന്നേറ്റപ്പോൾ പിന്നെ നബി തങ്ങൾ ചോദിച്ചിട്ടില്ല, പിന്നെ ആര് എന്ന് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയെ മരത്തിന് മുകളിലേക്ക് കയറാൻ എനിക്ക് നല്ല പ്രാക്ടീസാണ്, ഞാനും പോകാം. ഹുബൈബ് റളിയല്ലാഹു അൻഹു എവിടെ കെട്ടിത്തൂക്കിയിരിക്കുക? മരത്തിന് മുകളിൽ അല്ലേ? അല്ലാഹു റബ്ബി, ശത്രുക്കൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ട് മരത്തിൽ കെട്ടിത്തൂക്കിയതാ. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പോകാൻ എഴുന്നേറ്റപ്പോൾ ആരും ചോദിക്കാതെ പിന്നെ ആര് എഴുന്നേറ്റു? മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, നബിയെ മരത്തിലേക്ക് കയറാൻ എനിക്കറിയാം, ഞാനും പോകാം. ഇതിന് നമ്മൾ തയ്യാറുണ്ടോ? സംഘടന, പ്രസ്ഥാനം, അഹ്ലുസുന്നത്തി വൽ ജമാഅ നമുക്ക് വളർത്തണം, നമുക്ക് ഉയർത്തണം. നമ്മുടെ പ്രസ്ഥാനം ഉയർന്നു നിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് ചെയ്യേണ്ടത്? ഞാനും അള്ളാഹുവിന്റെ കാവൽ കാണണം. സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളും മിഖ്ദാദ് തങ്ങളും കൂടി പോയി അവിടെ ചെന്നു. ചുറ്റുഭാഗത്ത് കാവൽ നിൽക്കുന്ന ശത്രുക്കൾക്ക് അള്ളാഹു ഒരു ഉറക്കം കൊടുത്തു. അവര് മെല്ലെ മയങ്ങി. യാ റബ്ബ്, കഴുമരത്തിൽ തൂങ്ങി നിൽക്കുന്ന ഹുബൈബ് തങ്ങളെ കണ്ടപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മരത്തിൽ ഓടിക്കേറി കെട്ടിത്തൂക്കിയിരിക്കുന്ന ആ കയറഴിച്ചു. ആ കയറയക്കുമ്പോൾ ആ കയറിന്റെ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു ഇവനെ ശത്രുക്കൾ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൂർച്ചയുള്ള വാളുകൊണ്ട് ഒറ്റ വെട്ടുവിട്ടു. ആ വെട്ടിയതിന്റെ തൊലി, അല്ലാഹ്, ആ കയറ് അവിടെ ഇങ്ങനെ തട്ടിയിട്ട് രക്തം താഴെ വീണു. ആ രക്തത്തിന്റെ താഴെ വീണ രക്തത്തുള്ളിയെ പറ്റി സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗനുഹു കലൗനിദ്ദം,
ഒരു പകർച്ചയും സംഭവിക്കാത്ത രക്തത്തുള്ളി. ഇപ്പൊ ജീവനുള്ള നമ്മളെടുത്ത് വെട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? അതേപോലെയാണ് അതിൽ നിന്ന് രക്തം വന്നത്. ആ രക്തത്തുള്ളി താഴെ വീണപ്പോൾ അവിടെ ആകെ കസ്തൂരിയുടെ വാസനയായി. ആകെ കസ്തൂരിയുടെ വല്ലാത്തൊരു സുഗന്ധം. മുകളിൽ നിന്ന് ഡെഡ് ബോഡി താഴെ ഇറക്കി. രണ്ടുപേരും കൂടിയിട്ട് ഒട്ടകപ്പുറത്തേക്ക് കയറ്റാണ്. ശത്രുക്കൾ അറിയുന്നതിന് മുമ്പ് കൊണ്ടുപോകണം അല്ലേ? ഒട്ടകപ്പുറത്തേക്ക് കയറ്റുമ്പോൾ ആ ഒട്ടകപ്പുറത്ത് കയറ്റുന്ന മധ്യേ ആ ഹുബൈബ് തങ്ങളുടെ ശരീരം താഴെ നിലത്ത് വീണു. നിലത്ത് വീണപ്പോൾ ശത്രുക്കൾ അപ്പോഴേക്കും ഭൂമിയിൽ വീണപ്പോഴേക്കും ഭൂമി രണ്ടായി പിളർന്നു. ബഹുമാനപ്പെട്ടവരുടെ ശരീരം ഭൂമി വിഴുങ്ങി. വലിയ ഭൂമി ആ ജനാസ വിഴുങ്ങി. ശത്രുക്കൾക്ക് ഡെഡ് ബോഡി കൊണ്ട് കളിക്കാൻ കിട്ടിയില്ല. ഓ മുഅ്മിനുകളെ, അല്ലാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ. കർണാടകയിലും കേരളത്തിലും നിങ്ങൾ ദക്ഷിണ കന്നഡയിലും നമ്മൾ ഒരു വിപ്ലവകരമായ പ്രവർത്തനം ഉദ്ദേശിക്കുന്നുവോ, അള്ളാഹുവിന് വേണ്ടി ആരാണ് തയ്യാറുള്ളത്? അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ റെഡിയാണ്. ബദർ സമരം കഴിഞ്ഞു. ഉഹദ് സമരം അതിനേക്കാൾ ഗൗരവത്തിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉഹദിലേക്കുള്ള ആളുകൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 50 ആളുകളെ ആവശ്യമുണ്ട്. സെലക്ടഡ് മെമ്പേഴ്സ്. എത്ര പേര് വേണം? ഒരു 50 പേര് വേണം. 50 ആള്. അവർക്ക് എന്താണ് പരിശീലനം ഉള്ളത്? അന്നത്തെ യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്പ എന്നതാണ്. ഓരോ കാലത്തും ഓരോന്നാണല്ലോ അല്ലെ? നേർക്ക് നേരെയാണെങ്കിൽ അടിക്കാൻ കഴിയണം അല്ലെ? അല്ലെങ്കിൽ വെടിവെക്കാൻ കഴിയണം അല്ലെ? ഇപ്പൊ എന്ത് വേണം? ഇപ്പൊ ഇങ്ങനെ യുദ്ധവിമാനങ്ങൾ അതൊക്കെ പറത്താൻ കഴിയണം. അന്നത്തെ ഏതാണ്? അന്ന് ഏറ്റവും അമ്പെഴുത്തിൽ പരിശീലനമുള്ള 50 ആളുകളെ ആവശ്യമുണ്ട്. 50 സെലക്ടഡ് മെമ്പേഴ്സ്. നബിതങ്ങൾ അവരെങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ, ചെറുപ്പക്കാർ, 10 വയസ്സ് 12 വയസ്സ് അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ റെഡിയാണ്. ആരാ പറയുന്നത്? അന്നത്തെ SSF എന്ന് പറഞ്ഞുകൂടാ, പിന്നെന്താ പറയേണ്ടത്? SBS. അവര് പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുദ്ധം വളരെ ഗൗരവമായിരിക്കും. ബദറിലേറ്റ പരാജയത്തിന് തിരിച്ചടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. യുദ്ധത്തിലേക്ക് പോരാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല, നിങ്ങൾക്ക് പ്രായമായിട്ടില്ല. 12 കുട്ടികളെ നബി തങ്ങൾ തിരിച്ചയച്ചു. പക്ഷെ ഒരു കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഉപ്പായോട് പറഞ്ഞു, വാപ്പായോട് പറഞ്ഞു, വാപ്പ അമ്പെഴുത്തിൽ എന്റെ കഴിവ് നിങ്ങൾ റസൂലുള്ളാഹിനോട് പോയി പറയണം, എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടണം. ആ കുട്ടിയെയും കൂട്ടിയിട്ട് വാപ്പ വീണ്ടും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ ആ കുട്ടി എത്തിയപ്പോൾ അല്ലാഹു റബ്ബി റാഫി ഇബ്നു ഖദീജ് ആ കുട്ടി വിവരം അറിഞ്ഞു. അവനും എത്തി. 2 കുട്ടികളും മുത്തുനബിയുടെ മുമ്പിൽ വെച്ച് മത്സരിച്ചു. എന്നെ എടുക്കണം. ഞാനും വരാം. നമ്മളൊക്കെയാണ് എന്തായി? നമ്മളൊക്കെ ബാക്കോട്ട് പോവുക. 2 കുട്ടികൾ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വലിയ സ്വഹാബാക്കൾക്ക് മുമ്പിൽ ഈ 2 കുട്ടികൾ മത്സരിച്ചു. എന്നെ എടുക്കണം, എനിക്കാണ് കഴിവ്. അപ്പൊ നബി തങ്ങൾ വലിയ സ്വഹാബാക്കൾക്ക് മുമ്പിൽ അവരൊരു മത്സരത്തിന് വിട്ടു. 2 ആളും തമ്മിൽ കുറച്ച് സമയത്ത് ഒരു ഗുസ്തി, ഒരു മത്സരം. ഒരാൾ ജയിച്ചു. അനയാ റസൂലല്ലാഹ്. ഓ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ, അതിന്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിവേഗം. എങ്കിൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ സാധിക്കും. അയാള് വന്നോ, ഇയാള് വന്നോ, അയാള് ചെയ്തോ, ഇയാള് ചെയ്തില്ലേ, അത് നോക്കേണ്ടത് അത് വേറെ കാര്യം. നാം ചെയ്തില്ലേ, എന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ലേ, ആ രൂപത്തിൽ നമ്മൾ റെഡിയാണോ? ഹബീബുനാ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് കൂടെ ഉറപ്പാണ്.
സാന്ദർഭോചിതമായും കാലോചിതമായും ഉണ്ടാകേണ്ട മാറ്റങ്ങൾ. നിങ്ങൾ നോക്കൂ, മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനി പഠനത്തിന് വേണ്ടി, ദീനി വിപ്ലവത്തിന് വേണ്ടി നബി തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന മദീന പള്ളി, ആ മദീന പള്ളിയിൽ, മദീനയിലെ പള്ളി എങ്ങനെയാണ്? 70 മുഴം അറിയാലോ അല്ലെ? 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും. അതാണ് മദീനത്തെ ആദ്യത്തെ പള്ളി. 70 മുഴം വീതി, 70 മുഴം നീളം. അതാണ് ബനു നജ്ജാർ ഖബീലയിൽ നിന്ന് നബിതങ്ങൾ വാങ്ങിയ ആദ്യത്തെ സ്ഥലം. അതാണ് ആദ്യത്തെ പള്ളി അല്ലേ? ആ പള്ളി നബിതങ്ങൾ സ്ഥാപിച്ചപ്പോൾ അവിടെ എന്തില്ല? വലിയ കൊട്ടാരമുണ്ടോ? പക്ഷെ അവിടെ എന്തായി? നമ്മുടെ മുസ്ലിമീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നമുക്ക് നല്ല അറിവ് വേണം, നല്ല ഇൽമു വേണം. അല്ലാഹു തൗഫീഖ് നൽകി. അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ ആരംഭിക്കുന്നതിന് എങ്ങനെയാണ്? ഇഖ്റ, വായിക്കുക, ഇഖ്റ, പഠിക്കുക. വായിക്കാനും പഠിക്കാനും, വായിക്കാനും പഠിക്കാനും. എനിക്ക് ഇന്നത്തെ ക്ലാസ്സിന് തുടങ്ങുമ്പോൾ തന്നെ ഉസ്താദിന്റെ ഒരു പുസ്തക പ്രകാശനത്തിന്റെ ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി. വായിക്കുക, പഠിക്കുക, വായിക്കുക, പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 മുഴം നീളത്തിലും വീതിയിലുമുള്ള ഓല ഷെഡ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ആ ചെറിയ കെട്ടിടം, ആ ഓല ഷെഡ്, അതാണ് മദീനയിലെ ആദ്യത്തെ പള്ളി അല്ലേ? ആ മദീന പള്ളി പിന്നീട് വികസിക്കുന്നത് കാണാം. നബിതങ്ങളെ കാലത്ത് തന്നെ പള്ളി വികസിപ്പിച്ചു. രണ്ടാമതൊരു 70. സ്വഹാബാക്കളെ കാലത്ത് വീണ്ടും വികസിപ്പിച്ചു. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ വലിയ വികസനം കൊണ്ടുവന്നു. മലിക്കുൽ മുളഫർ വലിയ വികസനം കൊണ്ടുവന്നു. കായിത്താബായി രാജാവ് വലിയ വികസനം കൊണ്ടുവന്നു. അതിനൊക്കെ അപ്പുറം ഫഹദ് രാജാവ് ജലാലുത്തുൽ മലിക് എന്ന പേരെന്നെ മാറ്റിയിട്ട് ഖാദിമുൽ ഹറമൈൻ എന്ന് പേരാക്കിയിട്ട് അദ്ദേഹം വികസനം കൊണ്ടുവന്നു. ആ വികസനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? 12 ലക്ഷം ആളുകൾ പള്ളിക്കകത്തും 8 ലക്ഷം ആളുകൾ പള്ളിക്ക് പുറത്തും, ഒറ്റ ജമാഅത്തിന് 20 ലക്ഷം ആളുകൾ നിസ്കരിക്കുന്ന അൽ മദീനത്തുൽ മുനവ്വറ മസ്ജിദുൻ നബവി. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരട്ടെ, തൗഫീഖ് നൽകട്ടെ. കണ്ടവരൊക്കെ ഒന്ന് കൈവയ്ക്കാണ്. റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കാണാത്തവർക്കും കണ്ടവർക്കും വീണ്ടും വീണ്ടും പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് എൻ്റെ കയ്യിൽ പോകാൻ ഒരു മരുന്നുണ്ട്. മദീനത്തെത്താൻ എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. ആവശ്യമുണ്ടോ? വെറുതെ കൊടുക്കൂല. മരുന്ന് വെറുതെ കൊടുക്കാം. നിങ്ങൾ പറയും, മരുന്ന് വെറുതെ കൊടുക്കാൻ പറ്റും? ഫുലൂസുണ്ടോ കയ്യിൽ? ശരി, മരുന്ന് ഞാൻ അവസാനം തരും. തന്നില്ലെങ്കിൽ അപ്പൊ ചോദിച്ചാൽ മതി. ഇപ്പൊ അവിടെ അപ്പോ ഒന്ന് ശ്രദ്ധിക്കാം. മദീനയിൽ പോകാൻ നമ്മളൊക്കെ ആഗ്രഹമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അവിടെ ഇപ്പോഴത്തെ മദീന പള്ളി 12 ലക്ഷം ആളുകൾ നിസ്കരിക്കുന്ന, 8 ലക്ഷം പുറത്ത് 20 ലക്ഷം ആളുകൾ നിസ്കരിക്കുന്ന പള്ളിക്ക് 42 വാതിലാണ്. ലോകത്തെ ഏത് കെട്ടിടം പോയി കണ്ടാലും മദീന പള്ളി ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും, അത്ഭുതപ്പെട്ടു പോകും. ഒരു മുഅ്മിനിന്റെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് വരും. യാ റബ്ബ്. ബാബു സലാം ഒന്നാമത്തെ വാതിൽ, ബാബു സിദ്ദീഖ് രണ്ടാമത്തെ വാതിൽ, ബാബു റഹ്മ മൂന്നാമത്തെ വാതിൽ. ആ 3 വാതിലുകളെ നേർക്ക് അങ്ങേ ഭാഗത്ത് ബാബുൽ ബഖീഅ 6ാമത്തെ വാതിൽ, ബാബുൽ 42ാമത്തെ വാതിൽ, ബാബു ജിബ്രീൽ 41, ബാബു നിസ 40. ഇപ്പോഴത്തെ പള്ളിക്ക് എത്ര വാതിലുണ്ട്? 42 വാതിൽ. 6 വാതിലാണ് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പള്ളി. 6 വാതിലാണ്. ബാബു സലാം, ബാബു സിദ്ദീഖ്, ബാബു റഹ്മ. അപ്പുറത്ത് ബാബുൽ ബക്കീ, ബാബു ജിബ്രീൽ, ബാബു നിസ. ഇപ്പുറത്ത് അതേതാണ്? ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പിന്നെ ബാബുൽ ഹിജറ, ബാബുൽ ഖുബ, അങ്ങനെ അങ്ങോട്ട് അതിങ്ങനെ വന്ന 40ാമത്തെ വാതിൽ ബാബുൽ നിസ, 41 ബാബു ജിബ്രീൽ, 42 ബാബുൽ ബക്കീ അല്ലേ? ഇപ്പോ 20 ലക്ഷം ആളുകൾക്ക് നിസ്കരിക്കാവുന്ന ലോകത്തെ അത്യത്ഭുതകരമായ ഏക കെട്ടിടം മസ്ജിദുൻ നബവി. അത് അത്ര ചെറിയതിൽ നിന്ന് തുടങ്ങിയതാണ്. നമുക്കിതൊക്കെ ചരിത്രം ആവേശമാവണ്ടേ? ആ പള്ളിയിൽ നമ്മൾ തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ് തുടങ്ങി. മദീന യൂണിവേഴ്സിറ്റി
മദീന യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്നത് ആരൊക്കെയാണ്? കുട്ടികളുണ്ട്, വലിയവരുണ്ട്, വാപ്പാരുണ്ട്, വല്യപ്പാരുണ്ട്, സർവ്വസൈന്യാധിപന്മാരും. എല്ലാ ക്ലാസ്സും അവിടെ തന്നെ നടക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വായിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനത്തെ പള്ളിയിലെ ആ ക്ലാസ്സിൽ മദീന പറഞ്ഞത് കൊണ്ടാ വലിയ ക്ലാസ് കിട്ടിയത്. അപ്പോ ആ ക്ലാസ്സിൽ റസൂലുള്ള ക്ലാസ് എടുക്കുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചു. എന്താണത്? അത്തഅലീമു ഖുവ്വ, അറിവ് അത് ശക്തിയാണ്. അൽ ഇൽമു നൂർ, അറിവ് അത് പ്രകാശമാണ്. അൽ ഇൽമു ഹയാ, അറിവ് അത് ജീവനാണ്. അപ്പൊ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ശക്തിയുള്ള ഒരു ജീവൻ നിങ്ങൾക്ക് നിലനിർത്തണോ? നിങ്ങളെ ഹൃദയത്തിൽ അറിവ്. ആ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. എന്തൊക്കെ കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ? നബി തങ്ങൾ ഒരിക്കൽ ക്ലാസ്സിൽ വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങി. ഫീഹി ശിഫാഉൽ ലിന്നാസ്, സൂറത്തുൻ നഹലിന്റെ തേനിൽ ശിഫയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ലാസ് ഇടയ്ക്ക് വൈദ്യശാസ്ത്രത്തിലേക്ക് കടന്നു. നബി തങ്ങളെ ക്ലാസ് ഏതാണ്? 70 മുഴം നീളവും വീതിയുള്ള ആ മദ്രസയിൽ വെച്ചുകൊണ്ട് തന്നെ ഏത് നടക്കുന്നുണ്ട്? അവിടെ വൈദ്യശാസ്ത്രത്തിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. നബി തങ്ങൾ വൈദ്യശാസ്ത്രത്തിന്റെ ക്ലാസ് എടുത്ത് മദീന ഒരു സൊസൈറ്റിയായി മാറി. മദീന ഒരു സൊസൈറ്റിയായി മാറിയപ്പോൾ മുസ്ലിങ്ങളായ നമ്മൾ ഉദ്ദേശിക്കണം, സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകർ ഉദ്ദേശിക്കണം, നമ്മൾ ഇങ്ങനെ ഇല്ലായ്മയായി ആയി പോകാൻ നമ്മൾ ശക്തരാണ്. നോക്കണം നിങ്ങൾ, റസൂലുള്ള വൈദ്യശാസ്ത്രം ക്ലാസ് എടുത്തു. അങ്ങനെ മുഖൗഖസ് ചക്രവർത്തി ഹിജറയുടെ 8-ാം വർഷം ഹാത്തബ് ഇബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. മുഖൗഖസ് ചക്രവർത്തി കത്തും കൊടുത്തിട്ട്. മുഖൗഖസ് ചക്രവർത്തി ഇംഗ്ലീഷുകാരനാണ്, ഈജിപ്ത് ഭാഗത്തുള്ള ആളാണ്, അല്ലേ? അല്ലാഹു റബ്ബി, മൂസാ നബിയുടെ കൗമാന ഭാഗത്ത് കെബ്തി രാജവംശത്തിൽപ്പെട്ട മുഖൗഖസ് ചക്രവർത്തിയെ ഹാത്തബ് ഇബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു കണ്ട് നബി തങ്ങളെ കത്ത് കൊടുത്തു. കത്തൊക്കെ വായിച്ച് സന്തോഷിച്ചു. അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരുപാട് സമ്മാനം കൊടുത്തയച്ചു. ആ സമ്മാനത്തിന്റെ കൂട്ടത്തിൽ ഒരു ഡോക്ടറാണ്. നബി തങ്ങൾക്ക് ചികിത്സിക്കാനും മറ്റൊക്കെ ആരെ പറഞ്ഞയച്ചു? മദീനയിലേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞയച്ചു. ആ ഡോക്ടർ മദീനത്ത് വന്നു. നമ്മൾ മനസ്സിലാക്കണം മുസ്ലിമീങ്ങൾ, ആ ഡോക്ടർ മദീനത്ത് വന്നു. ഒരു ബോർഡ് വെച്ചു, ഡോക്ടർ, നമ്മുടെ ഭാഷയിൽ പറയാം ഡോക്ടർ. അയാൾ അവിടെ ഇരുന്നു. ഒരാഴ്ചയായി ഒറ്റ രോഗിയും വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹം പുറത്തിറങ്ങി ഇങ്ങനെ നടന്നു. ഇവിടെ വേറെ ഡോക്ടർമാരുണ്ടോ? ആരെയും കാണുന്നില്ല. ഒരു മാസമായി ഒരു രോഗിയും വന്നില്ല. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഇങ്ങനെ ആരും വരാത്തത് കുറച്ചുകൂടി ഇരുന്നു. അല്ലാഹു റബ്ബി, ഏകദേശം ഒരു വർഷമോ അല്ലെങ്കിൽ 3 മാസമോ അദ്ദേഹം മദീനയിൽ നിന്നു. മദീനത്തെ അന്നത്തെ പോപ്പുലേഷൻ എത്രയാണ്? 2 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട്. എത്ര? 2 ലക്ഷത്തിലധികം ജനങ്ങളായി മദീനയിൽ. ആ മദീനയിൽ ഒരു ഡോക്ടർ വന്നിട്ട് ഒരാള് പോലും ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടില്ല. ഒരാള് പോലും ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇതെന്തൊരു രാജ്യമാണ്? 2 ലക്ഷം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പൊ എത്ര ഡോക്ടർമാരുണ്ടാവും? ഞങ്ങളെ പെരിന്തൽമണ്ണയിൽ, മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന പട്ടണ പെരിന്തൽമണ്ണ, അവിടെ മാത്രം 12,000 ഡോക്ടർമാരുണ്ട്. ഓർക്കണം, ലോകാരോഗ്യ സംഘടനയുടെ മാപ്പിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളും രോഗികളും ഡോക്ടർമാരും മരുന്നുകളും ഒക്കെ ചെലവഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ കൂട്ടത്തിൽ PSC പാസ്സാകാത്ത ആരെങ്കിലും ഉണ്ടോ? PSC എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ ജോലി കിട്ടാനില്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. റെഡിയല്ലേ? കൈപൊക്കാൻ പറയണം. ഈ സ്റ്റേജിൽ ആരെങ്കിലും ഉണ്ടോ? തങ്ങളും ഞാനും ഉണ്ടാവും. ഞാനും തങ്ങളും റെഡിയാണ്. അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഞാൻ നിങ്ങളോട് സത്യം പറയാം, എന്നെ ഇതുവരെ പരിശോധിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ തൊട്ടിട്ടേ ഇല്ല.
പരിശോധനക്ക് രോഗ്യ സന്തോഷക്കുള്ള ഡോക്ടർമാർ കൈ തന്നിട്ടുണ്ടാവും. പരിശോധനയ്ക്ക് വേണ്ടി ഒരാൾ തൊട്ടിട്ടില്ല. ജീവിതത്തിലാകെ 2 ഇഞ്ചക്ഷനാണ് ചെയ്തത്. അത് രണ്ടും മോഡി സാറിന് വേണ്ടി ചെയ്തതാണ്. ആ കൊറോണ ഉണ്ടായ സമയത്ത് 2 ഇഞ്ചക്ഷൻ പറഞ്ഞില്ലേ, അത് മാത്രമാണ് ജീവിതത്തിൽ ചെയ്തത്. അത് പിന്നെ നിയമത്തിന് മുമ്പിൽ ചെയ്തതാണ്, അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു. ഒരു രോഗമല്ല. നിങ്ങളോട് സന്തോഷം പറഞ്ഞത് നിങ്ങൾ ദ്വാരക്കുന്ന് വിചാരിച്ചു. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത്. എന്താണ് എനിക്കുള്ളൊരു ഗുണം? എൻ്റെ പ്ലേറ്റിലേക്ക് ഞാനേ ഭക്ഷണം ഇടുള്ളൂ. എൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം ഇടുള്ള ആരാ? നിങ്ങൾക്ക് എന്നെ സൽക്കരിക്കാം. ബഷീർ സാഹിബ് എന്നെ സൽക്കരിച്ചു. 3 തരം കടിയുണ്ട്. മീൻ പൊരിച്ചതുകൊണ്ട്, പിന്നെ ഏതുകൊണ്ട്? കറിയുണ്ട്. പിന്നെ ഏതുകൊണ്ട്? പച്ചക്കറിയുണ്ട്. അയാൾ എൻ്റെ പ്ലേറ്റിലേക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 കൈയുണ്ട്, ബിസ്മില്ലാ, ഞാൻ എടുത്തോളാം. എൻ്റെ വയറിന്റെ വ്യാസം, വലിപ്പം, കാര്യമൊക്കെ അയാൾക്കറിയാം, നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ആർക്കറിയാം? എനിക്കറിയാം അല്ലേ? അപ്പൊ എൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം ഞാൻ ഇട്ടു അല്ലേ? ഒരു ഡൈനിങ് ടേബിളിൽ ഏതുണ്ട്? ചിക്കൻ, പിന്നെ അടുത്തത് മട്ടൺ, അടുത്തത് ബീഫ്, അടുത്തത് ഫിഷ് അല്ലേ? ശരി, ഇത് 4 ഉണ്ട്. നിങ്ങൾ വിചാരിച്ചോ ഇത് 4 നിങ്ങൾക്കാണെന്ന് വിചാരിച്ചോ? നിങ്ങൾ വിചാരിച്ചോ 4 നിങ്ങൾക്കാണ്? ഇതെന്തിനാ 4 സൽക്കാരക്കാരന് ഇത് 4 ഉണ്ടാക്കണം. എന്തുകൊണ്ട്? 10 ആള് സൽക്കാരത്തിന് വന്നിട്ടുണ്ട്. ബീഫ് പറ്റാത്ത ആൾക്ക് ചിക്കൻ എടുക്കാം, ചിക്കൻ പറ്റാത്ത ആൾക്ക് മട്ടൺ എടുക്കാം, അത് 3 പറ്റാത്ത ആൾക്ക് ഏതെടുക്കാം? ബീഫ് എടുക്കാം. നിങ്ങളെന്താ ഫിഷ് എടുക്കാം. നിങ്ങളെന്താ നിങ്ങൾ ആർക്ക്? നിങ്ങളെന്ത് വിചാരിച്ചു? ഫിഷും നിങ്ങൾക്ക് തന്നെ, മട്ടണും നിങ്ങൾക്ക് തന്നെ, ചിക്കനും നിങ്ങൾക്ക് തന്നെ. പിന്നെ ഇതെല്ലാം കൂടി അങ്ങോട്ട് ചെന്നു. അപ്പൊ ഈ ടണലിന്റെ ഉള്ളിൽ വണ്ടി കുടുങ്ങി. ടണലിന്റെ ഉള്ളില് ഏത് കുടുങ്ങി? വണ്ടി കുടുങ്ങി. അപ്പൊ അവിടെ കുടുങ്ങിയാക്കിയ അവിടുന്ന് മറ്റേ വണ്ടിക്ക് പീ എന്താ അതിന്റെ അർത്ഥം? ഇനി ഒരു വണ്ടി ഇങ്ങോട്ട് വരല്ലേന്നാണ്. എന്ന പോലെ നമ്മളെ വയറിന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ നമ്മളെന്ത് ചെയ്തു? ഒരു കഷ്ണവും കൂടി ബിസ്മില്ല. ഇപ്പൊ ഓരോരോ ആളുകളെ കണ്ടു നോക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? PSC പാസ്സായിട്ടുണ്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. നബി മുഹമ്മദ് മുസ്തഫ അൽ മഅദതു ഹൗദുൽ ബദൻ, ആമാശയം ശരീരത്തിന്റെ ടാങ്കാണ്. ശർറു വിആഇൻ എന്നാണ് ഹദീസിൽ പറയുന്നത്. നിങ്ങൾ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ഷർറായ പാത്രം നിങ്ങളെ വയറാണ്. വയറിലേക്ക് നിറച്ചു നമ്മള്. ഒന്ന് മട്ടൻ, ഒന്ന് ചിക്കൻ, പിന്നെ മറ്റത് ബീഫ് അല്ലേ? നിറച്ചു. ഇങ്ങനെ നിറക്കല്ലേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാനിവിടെ ഇത്ര കാലം നിന്നിട്ട് ഒരു രോഗിയും എന്നെ കാണാൻ വന്നിട്ടില്ല, എന്ത് സംഭവിച്ചു? റസൂലുള്ളാഹിനോട് ആ ഡോക്ടർ വന്നിട്ട് ചോദിക്കുക. ഇംഗ്ലീഷുകാരനായ ഡോക്ടർ ആര് പറഞ്ഞയച്ചതാ? ഒരു മുഖൌഖിസ് ചക്രവർത്തി പറഞ്ഞയച്ചതാ. ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് അല്ലേ? അത്ര നല്ല ഡോക്ടറെ അയച്ചതാ. അദ്ദേഹം 3 മാസം അവിടെ നിന്നിട്ട് ഒറ്റ രോഗിയെയും കിട്ടിയില്ല. ജനസംഖ്യ എത്രയുണ്ട്? 2 ലക്ഷം പോപ്പുലേഷൻ, ഒറ്റ രോഗിയും ഇല്ല. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, നബിയെ, തങ്ങൾ ഇവർക്ക് ചികിത്സ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാനവർക്ക് ചികിത്സയൊന്നും പഠിപ്പിക്കുന്നില്ല. പിന്നെയോ, ഞാനവർക്ക് ഭക്ഷണത്തിന്റെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ. ഡോക്ടർ ചോദിച്ചു, എന്താണ് നബിയെ തങ്ങൾ ഭക്ഷണത്തിന്റെ മര്യാദ പഠിപ്പിക്കുന്നത്? 1, നബി തങ്ങൾ പറഞ്ഞു, ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി. ഞാൻ അവരെ പഠിപ്പിച്ച ഒന്നെന്താണ്? വിശന്നിട്ട് ഭക്ഷണം കഴിക്കണം, അപ്പോഴാണ് ആവശ്യം വരിക. വിശന്നിട്ട് ഭക്ഷണം കഴിക്കണം 1. 2, ഒരിക്കൽ തന്നെ ഒരുമിച്ച് കഴിക്കരുത്. കഴിക്കുന്ന ആഹാരം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്, ഒരു 3 മണിക്കൂർ കഴിഞ്ഞ്, ഒരു ദിവസം കഴിക്കുന്ന ആഹാരം ഒറ്റ നേരം, അതാണ് ഒഴിവാക്കിയിട്ട് ഇവൻ എന്ത് ചെയ്യാ? പിന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ശരീരത്തിനെ 3ആയി ഓഹരി ചെയ്തു ആമാശയത്തെ. ഒരു ഓഹരി ഭക്ഷണം, ഒരു ഓഹരി വെള്ളം, ഒരു ഓഹരിയോ ഫ്രീ, ഒരു ഓഹരി ഫ്രീ. എന്തിന്? ഈ കഴിച്ച വെള്ളത്തിനും ഭക്ഷണത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണം, ദഹിക്കണം. നമ്മുടെ ഈ റോട്ടിൽ ബ്ലോക്ക് ആവുകയാണ് വാഹനം. എന്താ കാരണം? റോഡ് വീതിയില്ല. അപ്പൊ വാഹനം കൂടി. അപ്പൊ അപ്പുറത്തെ ബൈപ്പാസ് റോഡ് വന്നു, ഇപ്പൊ ഇവിടെ തിരക്കൊഴിവായില്ലേ? ശരി, ഒരു ബൈപ്പാസ് തുറക്കണം പറ്റുന്നു. അപ്പൊ ഇവിടെ എന്ത്? ഇവിടെ നമ്മളെ ഫുഡ്, ഇവിടെ നമ്മളെന്ത്? വെള്ളം. അപ്പൊ രണ്ടും ഇനി എന്ത് ചെയ്യണം? ഇവർക്ക് 2 പേർക്കും സഞ്ചരിക്കാൻ ഒരു ബൈപ്പാസ് അവിടെ വിടണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ തയ്യാറുണ്ടോ? തയ്യാറുള്ളവർ കൈ പൊക്കണ്ട, ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള സമൂഹമാണ്. ഇനി പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് ഞാൻ ഉസ്താദുമാരെ സാക്ഷി നിർത്തി പറയാൻ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ളഈഫി. പ്രവർത്തകർ മനസ്സിലാക്കണം, അൽ മുഅ്മിനുൽ ഖവിയ്യു ഹെൽത്തി ബോഡിയായ ആൾ, ഹെൽത്തി ബോഡി, ആരോഗ്യമുള്ള സത്യവിശ്വാസി, ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്, മിനൽ മുഅ്മിനിൽ ളഈഫി, ആരേക്കാൾ ഒന്നിനും കഴിയില്ല. നല്ല യുവത്വത്തിന്റെ സമയം, വയസ്സ് 24, വയസ്സ് 26, വയസ്സ് 30 അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കാൻ എന്തായി? ഒന്നിനും കഴിയാതായി. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് ഏതാണ്? അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആൾ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആൾ. അതുകൊണ്ട് ഈ ഉമ്മത്തിനെ നബി തങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഹെൽത്തി ബോഡി. അള്ളാഹു ഖൈർ തരട്ടെ. നല്ല പോലെ ആലോചിക്കണം. നമ്മളൊക്കെ നല്ല ആരോഗ്യമുള്ളവരാവണം, ആരോഗ്യമുള്ളവരാവണം. ആരോഗ്യമുള്ള നിലത്ത് സുജൂദ് ചെയ്യണം, നിന്ന് നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഒരു സൊസൈറ്റി ആക്കി എടുത്തപ്പോൾ അവിടെ 2 ലക്ഷം പോപ്പുലേഷൻ ഉള്ള സമയത്ത് ഒരു രോഗി അവിടെ ഇല്ല. നബി തങ്ങൾ വൈദ്യശാസ്ത്രത്തിലേക്ക് ക്ലാസ് കടന്നു. റസൂലുള്ളാഹിന്റെ ക്ലാസ് മദീനത്തെ പള്ളിയിൽ വൈദ്യശാസ്ത്രം റസൂലുള്ളാഹി പറയാൻ തുടങ്ങി. അല്ലാഹു റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹിരാകാശത്തെ കുറിച്ച് ക്ലാസ് തുടങ്ങി മദീനത്തെ പള്ളിയിൽ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. മുത്തനബിയുടെ മദീന യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിൽ ബഹിരാകാശം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആകാശ ലോകം, ഇതൊക്കെ മുത്തനബിന്റെ ക്ലാസ്സിലേക്ക് കടന്നു വന്നു മദീന പള്ളിയിൽ. അല്ലാഹു റബ്ബി. നബി തങ്ങളെ ക്ലാസ് വീണ്ടും മുന്നോട്ട് പോയി. മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുട്ടി രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങൾ, സൂറത്തുൽ മുഅ്മിനൂൻ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അന്ന് വൈദ്യശാസ്ത്രമോ മറ്റു ശാസ്ത്രമോ എത്തിയിട്ടില്ലാത്ത കാലത്ത് സുബ്ഹാന ജല്ല ജലാലു എംബ്രോളജിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ലാസ്സിൽ വന്നു. വൈദ്യശാസ്ത്രം, ഗോളശാസ്ത്രം, ഗണിതശാസ്ത്രം, ജീവശാസ്ത്രം എല്ലാം മുത്തനബിന്റെ ക്ലാസ്സിൽ വന്നു. എല്ലാം മുത്തനബിന്റെ ക്ലാസ്സിൽ വന്നു. മദീന എത്ര പെട്ടെന്ന് ഒരു സൊസൈറ്റിയായി മാറി. യുദ്ധമില്ലാതെ, ആയുധം എടുക്കാതെ മക്ക ഫത്ഹായി കിട്ടി. ഈ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരെ നമ്മുടെ മുമ്പിൽ ശത്രുക്കളില്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ കേൾക്കാൻ കഴിയും, 2 ശത്രുവാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. നമ്മളെ ശത്രു നമ്മൾ തന്നെയാണ്. ഞാൻ കാണിച്ചു തരണം ശത്രുവിനെ, ഞാൻ കാണിച്ചു തരാം. സുബൈന്റെ വാങ്ക് ഇങ്ങനെ കേട്ടു. അപ്പൊ നമുക്ക് തോന്നി നിസ്കരിക്കാൻ പോണം. അപ്പൊ നമ്മളെ മനസ്സ് പറഞ്ഞു, വാങ്ക് കൊടുത്തതല്ലേ ഉള്ളൂ, ജമാഅത്തിന് എത്ര മിനിറ്റ് ഉണ്ട്? 20 മിനിറ്റ് ഉണ്ട്. ഒന്നുകൂടി കിടക്കാം. കടന്നു പോണമെന്ന് മനസ്സ് വിചാരിച്ചു, അല്ലേ? ശരീരം എന്ത് പറഞ്ഞു? കുറച്ചുകൂടി ഒന്നുകൂടി കടന്നു. ആ ഉറക്കം എത്ര പോയി? അരമണിക്കൂറായി. അപ്പൊ നമ്മുടെ മനസ്സെന്ത് പറഞ്ഞു? ഓ, ജമാഅത്ത് ഏതായാലും കഴിഞ്ഞു, ജമാഅത്ത് ഏതായാലും കഴിഞ്ഞു, ഇനിയിപ്പോ എഴുന്നേറ്റിട്ട് കാര്യമുണ്ടോ? ജമാഅത്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാം? കുറച്ചുകൂടി കഴിയട്ടെ. 6:17 ഏത് ഖളാ, കുറച്ചുകൂടി കിടക്ക, ഒരു 6 മണി വരെ. ആ കിടത്തം പിന്നെ എപ്പോഴാ എഴുന്നേറ്റത്? ഉള്ളത് പറഞ്ഞാൽ മതി. എപ്പോഴാ എഴുന്നേറ്റത്? നല്ല ആൾക്കാർ എത്ര നേരം വേണമെന്ന് പറയുന്നുള്ളൂ, സത്യം പറയുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ അല്ലാഹു ഖൈർ തരട്ടെ. ചെയ്തിട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശത്രു ആരാ? നമ്മൾ സുബൈക്ക് ജമാഅത്തിന് എത്താതിരുന്നത് മറ്റേ ഗ്രൂപ്പുകാരെ കൊണ്ടാണ്, RSSകാരെ കൊണ്ടാണ്, BJPയെ കൊണ്ടാണ്, വേറെ ആരെക്കൊണ്ടെങ്കിലാണ്. നമ്മൾ ഇന്നത്തെ സുബൈ ജമാഅത്തിന് പള്ളിയിൽ എത്താതിരുന്നത് RSSകാരെ പഠിച്ചിട്ടാ, BJPക്കാരെ പഠിച്ചിട്ടാ, വേറെ ആരെങ്കിലും ഗ്രൂപ്പുകാരെ പഠിച്ചിട്ടാ, ഏതെങ്കിലും ഭയപ്പെട്ടിട്ടാണ്? അപ്പൊ നമ്മുടെ ശത്രു ആരാണ്? ആദ്യത്തെ സമരം നാം നമ്മളോട് ചെയ്യാം. അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. രണ്ടാമത്തെ ശത്രു ആരാ? അത് നമ്മെ ഇതിന് പ്രേരിപ്പിക്കുന്ന ശൈത്താനാണ്.
അവിടെ തന്നെ ഉറങ്ങിക്കോ, ഒന്നും കൂടി ഉറങ്ങിക്കോ. നമ്മളവിടെ കിടത്തിയതാരാ? ശൈത്താനാണ്. അപ്പൊ ശൈത്താനാണ് രണ്ടാമത്തെ ശത്രു. ഈ രണ്ട് ശത്രുക്കളെ നമുക്കുള്ളൂ. ഈ രണ്ട് ശത്രു. പക്ഷെ ഈ ശത്രുവിനെ നമ്മൾ കാണുന്നില്ല. നമ്മൾ പിന്നെ അവനെ കാണുമ്പോൾ നമ്മളെ എതിരാളിയാണ്. മറ്റവനെ കാണുമ്പോൾ ഇയാളെ കാണും. നമ്മളെ മിത്രങ്ങളെ നമ്മൾ ശത്രുക്കളാക്കാം. ശത്രുവിനെ നമ്മൾ കാണുന്നില്ല. രണ്ട് ശത്രു നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഒന്ന് എന്റെ ശത്രു ആരാണ്? എന്റെ ശത്രു ആരാണ് നിങ്ങൾക്ക് പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? പക്ഷെ നിങ്ങൾ എന്ത് കാണിക്കണം? എന്റെ ശത്രു ഞാൻ തന്നെ. എന്റെ ശത്രു എനിക്ക് നിശ്ചയിച്ച പിശാചാൻ. ഈ രണ്ട് ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുമോ? അതാണ് ഞാൻ വരുമ്പോൾ നമ്മുടെ സക്കാഫി ഉസ്താദ് പ്രസംഗിക്കുന്നത്. കണ്ടോ? നമ്മൾ ക്ഷമിക്കണം. നമ്മുടെ ശത്രുവിനെ അല്ലെ ഒരു ദിക്ർ ഹൽക്ക നടക്കാണ്. ഒരു ദിക്ർ ഹൽക്ക നടക്കാണ്. അവിടെ ദിക്റൊക്കെ നടക്കുന്നുണ്ട്. അവിടെ തെഹ്ലീൽ എത്ര പ്രാവശ്യം? എത്ര? 1000. ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും? ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചു വരാം. തെഹ്ലീൽ എത്ര ചെല്ലണം? 1000. ഇപ്പൊ എത്രയായി? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് മൂത്രം വയ്ക്കാൻ വല്ലാത്ത 900 കഴിയാതെ നമ്മളെത്തും. നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ശത്രു ആരാ? അസ്സലാത്തുൽ അവ്വലി വഖതിഹ. നിസ്കാരം ആദ്യ ജമാഅത്ത്. എന്താ ആദ്യ ജമാഅത്ത്? കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ നിസ്കാരാവൂല. ളുഹറിന്റെ വാങ്ക് വിളിച്ചു. ളുഹറിന്റെ വാങ്ക് വിളിച്ചു. 3 മണിക്ക് ഒരാൾ ളുഹർ നിസ്കരിച്ചു. ആവൂലേ? ഒരാള് ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിച്ചു. ആർക്കാ ശ്രേഷ്ഠത? രണ്ടുപേരെ നിസ്കാരമാണ്. പക്ഷെ എന്താ വ്യത്യാസം? ഞാൻ പറയാം. നമ്മൾ ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ എത്ര ഉണ്ട്? സുമാർ എത്ര പേരുണ്ടാകും കസേരയിൽ? 1000 അല്ലേ? ആയിക്കോട്ടെ, 1000 ആളുണ്ട്. എത്ര ആയാലും 1000 ആൾ. 1000 ആളും കൂടി ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ 100 ആക്കി ഇരിക്കാനേ ഭക്ഷണത്തിന് സീറ്റുള്ളൂ. എത്ര ആക്കി? 100 ആക്കി. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് 1-ാമത്തേലാണോ 10-ാമത്തേലാണോ? നേര് പറഞ്ഞാൽ മതി. എന്താ 1-ാമത്തേന് കാരണം? 1-ാമത്തത് ബിരിയാണിന്റെ ചെമ്പ് പൊട്ടിച്ചു അല്ലേ? ആ ചൂടുള്ള ഭക്ഷണം എന്താ അല്ലേ? നല്ല ബിരിയാണി, നല്ല അച്ചാറും എങ്ങനെ ഉണ്ടാവും? ആരും മിണ്ടുന്നില്ല, വായിൽ വെള്ളം നിറഞ്ഞില്ലേ? അപ്പൊ ആദ്യത്തെ അതേ ഭക്ഷണം തന്നെയാണ് 10-ാമത്തെ ട്രിപ്പ്. പക്ഷെ ഈ രുചി ഉണ്ടാവും, ഈ ഉഷാറുണ്ടാവും. എന്നാ അത് തന്നെയാണ് നിസ്കാരം. ബാങ്ക് കൊടുത്ത ഉടനെ ആദ്യ വക്കത്തിലെ നിസ്കാരം അതേതാ? ചൂടുള്ള ബിരിയാണിയാണ്. അത് ചൂടുള്ള ബിരിയാണി. 3 മണിക്ക് പോയി നിസ്കരിച്ചത് ഏതാ? വേണം വേണ്ട? നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ശത്രു ആരാ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആ ഭക്ഷണത്തിന് ആദ്യം നിങ്ങളെല്ലാരും പറഞ്ഞല്ല അല്ലേ? അത് ആ ദിക്റിന് കണ്ടോ? അത് മഹദറത്തുൽ ബദരിയക്ക് കണ്ടോ? അത് ഹദ്ദാദിന് കണ്ടോ? അവിടെയാണ് നമ്മുടെ ശത്രു നാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരണം. അപ്പൊ ശത്രു പിന്നെ ആരാണ്? പിന്നെ ശത്രു ശൈത്താനാണ് അല്ലേ? അല്ലാഹു റബ്ബി ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈൻ അവൻ ആട്ടുവാൻ, ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹ് ലാ ഇലാഹ. ബദരീങ്ങളാൽ തുണ റബ്ബനാണ്. അതിനാണ് നമ്മളെ സംഘടനയിൽ നിൽക്കുന്നത്. നമ്മൾ ഒറ്റക്ക് നിന്നാ പറ്റില്ല, പ്രസ്ഥാനത്തിൽ നിൽക്കണം. ബദരീങ്ങളാൽ തുണ റബ്ബന. നമ്മുടെ ശത്രുവിനെ നമുക്ക് മനസ്സിലാക്കാൻ, പ്രതിരോധിക്കാൻ, ശൈത്താനെ മനസ്സിലാക്കാൻ, പ്രതിരോധിക്കാൻ നമ്മളെ കൊണ്ട് സ്വന്തം ആവൂല. അത് വേണം. ഇത് ആരംഭ റസൂലുള്ളാഹ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ സല്ലല്ലാഹു ഖദ്ദസല്ലാഹു റളിയല്ലാഹു എന്നിങ്ങനെ ആ സിന്ദാബാദ് വിളിക്കുന്ന നേതാക്കളുണ്ടല്ലോ, അവരെ കൂടെ നിൽക്കണം. അവരെ കൂടെ നിൽക്കണം. വഅതസിമു ബിഹബ്ലില്ലാഹ്, അവരെ കൂടെ നിൽക്കണം. യദുല്ലാഹി അലൽ ജമാഅ, സംഘശക്തിക്കാണ് ബലം. ആരും നമ്മുടെ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകുന്ന, നമ്മുടെ ഒരു പ്രവർത്തകൻ നമ്മളെ വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടോ, എല്ലാവരെയും കൂട്ടി ചേർത്ത് നിർത്തിയിട്ട് എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് മദീന ഒരു സൊസൈറ്റിയാക്കി മാറ്റി. യാ റബ്ബ് യാ റബ്ബ്. പുതിയതിനെ നാം സ്വീകരിക്കണം. പുതിയത് സ്വീകരിക്കണം. ഭാഷ, കർണാടക ഭാഷയിൽ മാറ്റം വരുന്നുണ്ട്.
കേരളത്തിന്റെ ഭാഷയിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ആരും ഏത് പറയരുത്, നമ്മളെ കേരളത്തിൽ പറയുകയാണെങ്കിൽ വയസ്സന്മാരെന്ന് പറയാം. ഇവിടെ അങ്ങനെ പറയോ? വയസ്സായ ആളാണ് പറയോ? ഉണ്ടോ? എങ്ങനെ? മുസ്ലിം ജമാഅത്തൊക്കെ ആരെ സംഘടന അത് ഇവിടെ പറയാറുണ്ട്. നിങ്ങൾ വേഗം പൂരിപ്പിച്ചല്ലോ അത് പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുന്ന ഉസ്താദുമാര്, സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, നമ്മുടെയൊക്കെ ഭാഷ എന്താവണം? നമ്മുടെ ഭാഷ പോസിറ്റീവ് ആവണം. ഏതാവരുത്, നെഗറ്റീവ് ആവരുത്. ഭാഷ ഏതാവണം? ഞാൻ നിങ്ങളെ കാണുമ്പോഴേ എന്താ വയസ്സാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയാണ്, ഉസ്താദ് ഇപ്പം നാളത്തെ മാതിരിയല്ല, പറ്റ വയസ്സായല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കാതെ തിരിച്ചു പോകും. എന്നെ വയസ്സായ ആൾ പിന്നെ ക്ലാസ് എടുക്കണ്ട. ഒരു ഏതാണത്? ഒരു നെഗറ്റീവ് ഭാഷയല്ല. അതേ സമയത്ത് അവിടെ എന്തുപയോഗിക്കണം നമ്മൾ? സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താ? മുതിർന്ന തലമുറ. മുതിർന്ന നമ്മുടെ കൂട്ടത്തിലെ വലിയ ആളാണ്, നമ്മുടെ കൂട്ടത്തിലെ പഴക്കമുള്ള ആളാണ്, നമ്മുടെ കൂട്ടത്തിലെ മുതിർന്ന നേതാവാണ്. അത് കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ടോ ഇല്ലേ? ഈ പ്രസ്ഥാനത്തിൽ നേരത്തെ ഉള്ള ആളാണ്. ഞാൻ ഈയിടെ ഇയാളെ ഇപ്പോൾ ഇവിടുന്ന് അടുത്ത ദിവസം കണ്ടല്ലോ. നമ്മൾ എവിടുന്ന കണ്ടത്? താജുലുലമയുടെ അവിടെ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, നമ്മളൊക്കെ പഴയ SSFകാർ അന്നേ. അപ്പൊ നമുക്ക് ആ പഴയ ആളുകളെ കാണുമ്പോൾ മുതിർന്ന തലമുറ, അതൊരു ഒരു ബഹുമാനമുള്ള വാക്കാണ് അല്ലേ? അയാൾ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആളാണ്, അയാൾ നമ്മുടെ ഉസ്താദുമാരുടെ മുതിർന്ന ആളാണ്, അയാൾ നമ്മളെ ഒരു ചില വയസ്സായ ആളാണ്. അതല്ല, പ്രയോഗങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആർക്കും ആവേശമുള്ളത് പറയണം, ആർക്കും ഏതുള്ളത് പറയണം, സന്തോഷമുള്ളത്. ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോഴേ പഴയ അർത്ഥം വെച്ചിട്ട് ഇപ്പൊ കാര്യമില്ല. ഉണ്ടോ? തലമുറ ആകെ മാറി. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടില് ഭക്ഷണം കഴിക്കാന്നാ പറയാം. ഇവിടെയോ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയും. ചോറ് കഴിക്കാന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇപ്പൊ പുതിയ തലമുറക്ക് ചോറുണ്ട്, ഭക്ഷണം ഉണ്ടോ? ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ എന്ത് കഴിക്കാന്ന് പറയാം? ഫുഡ് കഴിക്കാം അല്ലേ? അപ്പൊ നമ്മളെ ഉസ്താദ് പറഞ്ഞു, ഉസ്താദും നമ്മളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മള് മാത്രം ഭക്ഷണം എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ എവിടെയാണ്? ഫുഡാണ്. നമ്മളേത് പറയണം? ഹലാൽ അല്ലേ? ഹലാലിന് നമ്മൾ മുമ്പ് എന്ത് അർത്ഥം വെച്ചിരുന്നു? ഞങ്ങളെ മലയാളത്തിൽ കക്കൂസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്തെന്ന് പറയും? തണ്ടാസ് എന്ന് പറയും അല്ലേ? ഇപ്പോഴോ? ഇപ്പൊ അതൊക്കെ എന്തായി? ടോയ്ലറ്റ് അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ ടോയ്ലറ്റ് ആണ്. അവിടുന്നൊക്കെ പോയി, ഭാഷ അവിടുന്നൊക്കെ പോയി. ടോയ്ലറ്റിൽ നിന്ന് പോയിട്ട് എവിടെ എത്തി? വാഷ്റൂം എത്തി. വാഷ്റൂമിൽ നിന്നും പോയി. വാഷ്റൂമിൽ നിന്ന് പോയി. ഇപ്പൊ 5 സ്റ്റാറിലൊക്കെ പോയാലും, ഞാൻ ഇന്നലെ ദുബായ് ഒക്കെ പോകുമ്പോ ടോയ്ലറ്റൊക്കെ പോയി, വാഷ്റൂം പോയി. ഇപ്പൊ എന്താണ്? ഇപ്പൊ എന്താ? ഇപ്പൊ റെസ്റ്റ് റൂം. എന്താണ് ഇപ്പോ? റെസ്റ്റ് റൂം. നേരത്തെ അവിടെ പോയിട്ട് മറ്റേ ചുവത്തിൽ ഇരിക്കലാണ്. ഇപ്പോഴോ? ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കാൻ നല്ല ഉയരമുള്ള നല്ലൊരു ചെയർ മാതിരിയാണ്. അപ്പൊ ഒരു പേപ്പറൊക്കെ വാങ്ങിയിട്ടാണ് പോവാണ്, വായിച്ചു തീർന്നിട്ട് പോന്നാൽ മതി. നമ്മളിപ്പോഴും ടോയ്ലറ്റിലെ ആൾക്കാരെവിടെ എത്തി? നമ്മളിപ്പോഴും എവിടെയാണ്? ടോയ്ലറ്റിലാണ്. ആൾക്കാരെവിടെ എത്തിയിട്ടുണ്ട്? റെസ്റ്റ് റൂമിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ടോയ്ലറ്റിൽ കൂടണ്ടേ? എവിടേക്ക് പോകണം? നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടിൽ, നമ്മുടെ വസ്ത്രധാരണയിൽ, നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ എല്ലാം ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ അള്ളാഹു തആല നമുക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് താമസിക്കാൻ ഒരു വീട് അള്ളാഹു എല്ലാവർക്കും സാധിപ്പിച്ചു തരട്ടെ. നമുക്കൊരു വീടുണ്ടാകും. എന്നോട് യോജിച്ച വീട് എനിക്ക്, നിങ്ങളോട് യോജിച്ച വീട് നിങ്ങൾക്ക്. ഒരു വീട് ഭൂമിയിൽ, അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആർക്ക് വീടുണ്ടാക്കിയാലും നമ്മളത് അസൂയപ്പെട്ട് നോക്കാൻ പാടില്ല. ആരെ വീടിന് നമ്മളൊരു കണ്ണേറ് പറ്റുന്ന രൂപത്തിൽ, എന്തിനാ ഇത്ര വലിയ വീട്? അത് നീ തീരുമാനിച്ചാല് അയാൾ തീരുമാനിച്ചോട്ടെ. അയാൾ ഐശ്വര്യത്തിനനുസരിച്ച് അയാൾക്ക് വീട് വേണ്ടി വരും. അയാളെ വീട്ടിൽ അത്രയും വിരുന്നുകാർ വരാനുണ്ട്, മന്ത്രി വരാനുണ്ട്, AP ഉസ്താദ് വരാനുണ്ട്. അയാളൊരു വീടുണ്ടാക്കുമ്പോൾ വിചാരിച്ചു, ഈ ഭാഗത്തെങ്ങാണ്ടും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ വലിയ ആലിമീങ്ങൾ പോകുകയാണെങ്കിൽ അവർക്ക് ഇവിടെ കാർ പാർക്ക് ചെയ്യാനൊരു സൗകര്യം, അവർക്ക് വിശ്രമിക്കാനൊരു സൗകര്യം. അയാൾ വീടുണ്ടാക്കിയപ്പോൾ നല്ല സൗകര്യത്തിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ എന്തിനാ അസൂയപ്പെടാൻ നിൽക്കുന്നത്? നമ്മൾ അസൂയപ്പെടാൻ നിൽക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അനുസരിച്ചാണ് ഉണ്ടാവില്ല അല്ലേ? അല്ലാഹു റബ്ബി, ഓരോ സൗകര്യപ്പെടുന്ന ഒരു വീട്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും വീട് തരട്ടെ. വീടിന്റെ പണിയൊക്കെ എളുപ്പാക്കി തരണേ അല്ലാഹ്. രണ്ടാമത് ഏറ്റവും സന്തോഷം എന്താണ്? മനസ്സിന് ഇണങ്ങിയ ഭാര്യ. ആര്? നിങ്ങൾ ചില ആള് മിണ്ടുന്നില്ല. മനസ്സിന് ഇണങ്ങിയ ഭാര്യ, അതാ വേണ്ടത്. ഏതല്ല?
ഞങ്ങളെ നാട്ടിലൊരു ഉസ്താദ് ദുആ ചെയ്തു, ഈ ഭാര്യ തന്നെ സ്വർഗത്തിലും ഉണ്ടാവട്ടെ. വേറൊരാൾ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ സ്വർഗത്തേക്ക് ഇല്ല. അത്ര കുലുമാലില്ല രണ്ടുപേരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു സമ്പാദ്യം ഏതാ? മനസ്സിനിണങ്ങിയ ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യക്ക്. അല്ലാഹ് ത്വാഹ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വയസ്സ് 63 ആയപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ പാല് കറന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് കുടിക്കാൻ കൊടുക്കും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പാല് പകുതി കുടിച്ചിട്ട് നബിതങ്ങൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ആ പാത്രം നബിതങ്ങൾ വാങ്ങിയിട്ടൊന്ന് തിരിച്ചു പിടിച്ചിട്ട് ആയിഷ ബീബി ചുണ്ട് വെച്ച സ്ഥലത്ത് ചുണ്ട് വെച്ചുകൊണ്ട് ആര് കുടിക്കും? റസൂലുള്ളാഹി തങ്ങൾ. അതാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മനസ്സിനിണങ്ങിയ ഭാര്യ. മൂന്നാമത്തത് മൂന്നാമത്തത് ഈ ഭൂമിയിൽ എല്ലാവർക്കും കിട്ടണമെന്ന് മുത്തനബി പറഞ്ഞത് മൂന്നാമത്തെ എന്താണ്? യാത്ര ചെയ്യാൻ ഒരു വാഹനം. നിങ്ങൾക്കൊരു സ്കൂട്ടി മതിയാകും, എനിക്കത് മതിയാവൂല. AP ഉസ്താദിനത് രണ്ടും മതിയാവൂല. ഒരാളുടെ ഒരു വാഹനം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, അൽഹംദുലില്ലാ അയാൾക്ക് ഇപ്പൊ കാറൊക്കെ ആയി, അൽഹംദുലില്ലാ. നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി വരും അല്ലേ? എനിക്കനുസരിച്ച് എനിക്ക്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വാഹനമുണ്ട്. നബി നിങ്ങളെ വാഹനം എന്തായിരുന്നു? ഒന്ന് ഒരു ബഗലത്ത്. മുഖൗഖസ് ചക്രവർത്തി കൊടുത്തയച്ച സമ്മാനത്തിന് കൊടുത്തിൽ നബി നിങ്ങൾക്കൊരു വാഹനമുണ്ട്, ബഗലത്ത്. അന്നത്തെ കോബർ കൈത മരുഭൂമിയിൽ യാത്രക്ക് ഉപയോഗിക്കുന്ന നബി നിങ്ങൾക്ക് വേറൊരു വാഹനമുണ്ട്. അതേതാ? ഒട്ടകം. നബി നിങ്ങളുടെ ഒട്ടകം. നബി നിങ്ങൾ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ചെറിയ യാത്ര, വലിയ യാത്ര, ഈ യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ യാത്രാ വാഹനങ്ങളുടെ ഖിദ്മ അത് ചെയ്യുന്ന ഒരു സ്വഹാബിയുണ്ട്. യാത്രാ വാഹനങ്ങളുടെ ഖിദ്മ അത് ചെയ്യുന്ന സ്വഹാബി. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ഒരു സ്ഥലത്ത് പോകാനുണ്ടല്ലോ. ആ സ്വഹാബി ഇറങ്ങി. സാധാരണ അദ്ദേഹം നബി തങ്ങളെ ഒട്ടകത്തെ തോത്തി തുടച്ച് കുളിപ്പിച്ച് റെഡിയാക്കും. നബി തങ്ങൾക്ക് ഇരിക്കാനുള്ള ചെയർ വെക്കും, ഒട്ടകക്കട്ടി. ഒരു ദിവസം നോക്കുമ്പോൾ ആ സ്വഹാബി വന്നിട്ട് വേറെ ഒരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അദ്ദേഹം ചെയ്യല്ല, വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? അപ്പ സ്വഹാബി പറഞ്ഞൊരു വാക്കുണ്ട്, നബിയേ, ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാബത്ത് കുളിച്ചില്ലായിരുന്നു. ഞാൻ അശുദ്ധിയിൽ നിൽക്കുന്ന സമയത്താണ് തങ്ങൾ എന്നെ വിളിച്ചത്. തങ്ങളെ ഒട്ടകത്തെ ജനാബത്തോടുകൂടെ തൊടാൻ എനിക്ക് ധൈര്യം വന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നബിതങ്ങൾക്ക് ഇരിക്കാനുള്ള കട്ടിൽ, നബിതങ്ങൾക്ക് ഇരിക്കാനുള്ള ചെയർ, ജനാബത്തോടുകൂടെ തൊടാൻ എന്റെ മനസ്സിന് ധൈര്യം വന്നില്ല. മുത്തുനബി അവര് മഹബത്ത് വെച്ചത് എങ്ങനെയാണ്? ഓ പ്രിയപ്പെട്ടവരെ, വഹാബിയും മൗദൂദിയും സലഫിയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ മംഗലാപുര ഭാഗത്തും തിരിഞ്ഞു കളിക്കുമ്പോൾ, പണ്ടൊന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സലഫി പള്ളി എവിടെയും കാണുമായിരുന്നില്ല. ഇപ്പൊ ഇവിടെയൊക്കെ സലഫി മസ്ജിദിന്റെ ബോർഡ് കാണാൻ തുടങ്ങി. ഞാൻ കരഞ്ഞുപോയി യഥാർത്ഥത്തിൽ. ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ ശത്രുക്കൾ ദീനിന്റെ ശത്രുക്കളാണ്. ഈ സലഫിസം നമ്മുടെ നാടിനെ നശിപ്പിക്കും, ഈമാൻ നശിപ്പിക്കും. അള്ളാഹുവിന്റെ റസൂലിന് ഇരിക്കാനുള്ള കസേര, ഒട്ടകക്കട്ട്, ജനാബത്തോട് കൂടെ തൊടാൻ എന്റെ മനസ്സനുവദിച്ചില്ല. അതാണ് സ്വഹാബാക്കൾ. നമ്മളിവിടെ പഠിപ്പിക്കേണ്ട സുന്നത്ത് ജമാഅത്തുണ്ട്, ദീനുണ്ട്. അത് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് നമ്മളെ കൂട്ടായ്മ, നമ്മുടെ മത്സരം അതിനാണ്, നമ്മുടെ പ്രവർത്തനം അതിനാണ്. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ ഒരു ഫാത്തിഹ നമ്മുടെ മോൻ്റെത് നമുക്ക് കിട്ടാതിരിക്കാനുള്ള ശത്രുവാണ് ഈ സലഫിസം എന്ന് പറയുന്നത്. ഒരു തുള്ളി കണ്ണുനീരിന്റെ വില എത്രയാണ്? ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? 84 സ്വഹാബാക്കളും നബിതങ്ങളും ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി. എവിടെയായിരുന്നു അത്? ഒരു മരത്തിന്റെ തണലിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു മരത്തിന്റെ തണലിൽ. വൃക്ഷം ഇങ്ങനെ നിൽക്കാൻ മരം, അതിന്റെ തണലിൽ 84 സ്വഹാബാക്കളും നബിതങ്ങളും. ഓരോ സ്വഹാബിയും എഴുന്നേറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? നബിതങ്ങളെ ഷഹാദത്ത് കലിമ ചൊല്ലി ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ഇങ്ങനെ നടക്കുക എല്ലാവരും. 83 സ്വഹാബാക്കളെ ബൈഅത്ത് കഴിഞ്ഞു. 84ാമത്തെ സ്വഹാബി, ആ സദസ്സിലെ അവസാനത്തെ ആൾ, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ബൈഅത്തിന് വേണ്ടി എഴുന്നേറ്റു. ഉഖബത്ത് ബിൻ ആമിർ തങ്ങൾ ബൈഅത്തിന് വേണ്ടി എഴുന്നേറ്റിട്ട് നബിതങ്ങളെ കയ്യിലേക്ക് കൈവെക്കാൻ, കയ്യും ഇങ്ങനെ നിൽക്കുക, റസൂലുള്ളാഹിന്റെ കയ്യും സ്വഹാബിയുടെ കയ്യും. അപ്പോ
ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ ബൈഅത്ത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണാവോ? ഈ സംഘടനയിൽ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഗുണം എന്താണാവോ? ഞങ്ങളെ വിജയം എന്താണാവോ? അത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുഖൂലുൽ ജന്ന, നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് താമസിക്കാം. ത്വഹ റസൂലുള്ളാഹ്, നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ചിരിക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹി തങ്ങൾ അതങ്ങ് പറഞ്ഞു. ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ കൈ ഇങ്ങനെ വെച്ചു. അപ്പൊ ആ വാക്ക് റസൂലുള്ളാഹി പറഞ്ഞു പൂർത്തിയായപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് കണ്ണുനീര്, മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീണു. അല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ മരം കരയുകയാണ്, ആ വൃക്ഷം കണ്ണീരൊഴുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാലക്കി, എന്തേ, നിനക്കെന്ത് പറ്റി? മാലക്കി, നിനക്കെന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? ആ വൃക്ഷം പറഞ്ഞു, നബിയെ, നിങ്ങളും 84 ആളും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കെന്തൊരു സന്തോഷമാണ്. എന്റെ തണലിലല്ലേ നിങ്ങൾ ഇരിക്കുന്നത്, എനിക്കതെന്തൊരു സന്തോഷമായി. ഇനി നിങ്ങളൊക്കെ പിരിഞ്ഞു പോവുകയാണ്. എങ്ങനെയാ പിരിഞ്ഞു പോണത്? നിങ്ങളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. ഞാനോ നബിയേ, ഞാനോ നബിയേ, ഞാനിവിടെ ഉണങ്ങിത്തീരുകയാണ്. എന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി, എനിക്ക് പൂക്കളില്ലാതായി, എനിക്ക് കായ്ക്കനികളില്ലാതായി, എന്നെ ആർക്കും വേണ്ടാതായി. ഞാൻ ഇവിടെ അങ്ങനെ നശിച്ചു പോകല്ലേ. നിങ്ങൾ 85 ആളുകൾക്ക് തണലിട്ട് തന്ന ആളല്ലേ ഞാൻ. നിങ്ങളൊക്കെ സ്വർഗത്തിൽ കൂടുമ്പോൾ ഞാനോ നബിയേ. ആ വൃക്ഷത്തിന്റെ കരച്ചിൽ നബി തങ്ങൾ സ്വീകരിച്ചു. അന്തിമിൻ അഹ്ലിൽ ജന്ന, അല്ലാഹു റസൂൽ പറഞ്ഞു, അന്തിമിൻ അഹ്ലിൽ ജന്ന. ഒരു ചരിത്രം, അന്തിമിൻ അഹ്ലിഹാ. രണ്ടാമത്തെ റിവായത്ത്, നീയും ആ സ്വർഗത്തിൽ ഒപ്പമുണ്ടാകും. മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ സലഫിയിലേക്കും ബിദ്അത്തിലേക്കും പോയിട്ട് ജുമുഅ സഹിഹാവാതെ, നിക്കാഹ് സഹിഹാവാതെ, ബാത്തിലായ നിക്കാഹിന്റെ അഹ്ലുകാർ ഒരു മരണ വീട്ടിൽ ഫാത്തിഹ ഓതാത്ത ഖൗമ് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങൾക്കും തർക്കം കൊണ്ടുവന്നു. ജുമുഅക്ക് ഖുതുബക്ക് കയറിയാൽ ഭാഷ, ജുമുഅക്ക് കൂടുന്ന ആളുകളിൽ ആണും പെണ്ണും, കൈ കെട്ടുന്ന വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസം. കുനൂത്ത് ഓതണം ഓതണ്ട, അല്ലാഹ് ഔലിയാക്കളോട് ആക്ഷേപം, അമ്പിയാക്കളോട് ആക്ഷേപം. ഓർത്തു നോക്കൂ നിങ്ങൾ, മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ബാക്കിയല്ല. മരിച്ചാൽ ഓതാൻ പറ്റുമോ? പറ്റൂലേ? എങ്ങനെയാണ് മുഅ്മിൻ? ഈ സദസ്സിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, ഇന്ന ആള് മരണപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത കേട്ടാൽ നമ്മളൊക്കെ എന്ത് പറയും? അത് ആയത്താണോ അല്ലേ? അത് ഖുർആനാണോ അല്ലേ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റും? നിങ്ങളിപ്പോ പറയണം, മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റും? പറ്റൂല. അപ്പൊ പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് ഖുർആനാണോ അല്ലേ? അപ്പൊ ഇവന്മാരൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റുമോ? പിന്നെ എന്തുവാണ് ഇനി? അങ്ങാടിയിൽ എപ്പോഴെങ്കിലും കണ്ടാൽ നമ്മൾ ചെല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സലഫിനെ കണ്ടാൽ അപ്പൊ എന്ത് നിങ്ങൾ ഇന്നാ ലില്ലാഹി? അല്ല, മരിച്ചാൽ ഏതായാലും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല, അപ്പൊ ഇപ്പൊ തന്നെ ചെല്ലിയതാണ്. ഓർത്തു നോക്ക്, മരണ വാർത്ത സ്വീകരിക്കുന്നത് ഇന്നാലില്ല ഖുർആൻ കൊണ്ട്, മയ്യത്തിനെ യാത്ര അയക്കണത് അൽഹംദുലില്ലാഹി റബ്ബിൽ ഫാത്തിഹ ഓതിയിട്ട്, മയ്യത്തിനെ ഖബറിലേക്ക് അവസാനത്തെ കാഴ്ച കണ്ടുകൊണ്ട് വെക്കേണ്ടത് മിൻഹാ ഖലഖനാകും ഖുർആൻ ഓതിയിട്ട്. ഇതാണ് മുഅ്മിന്. ആ മുഅ്മിനീങ്ങളെ എന്ത് ചെയ്യാണ്? യാ റബ്ബ് യാ റബ്ബ്, ഞാൻ നിർത്തി, എനിക്കുള്ള ട്രെയിന് വൈകിയാൽ പിന്നെ അത് പ്രയാസമാകും. അല്ലെങ്കിൽ തന്നെ വീട്ടുകാർക്ക് ചിലപ്പോൾ സംശയം തോന്നും. ഞാൻ ഗൾഫിൽ നിന്ന് ഇന്നലെ വന്നിട്ട് ഇതുവരെ വീട്ടിൽ എത്തിയില്ല. അപ്പോൾ ഭാര്യയ്ക്ക് സംശയം തോന്നിയാലോ മംഗലാപുരത്തെങ്ങാനും വല്ല കല്യാണം കഴിച്ചോ, അപ്പൊ പിന്നെ ഇവിടെ തന്നെ കൂടേണ്ടി വരും. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുന്നത്, നമ്മുടേത് അഹ്ലുസുന്ന വൽ ജമാഅ, അതാണ് ഇസ്ലാം. SBS സുന്നി ബാലസംഘം, SSF സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, SYS സുന്നി യുവജന സംഘം അല്ലേ, SJM സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, സുന്നി മർക്കസ്, ഇതെല്ലാം ചേർന്ന് വന്നാൽ മുസ്ലിം ജമാഅ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുകൊണ്ട് മുസ്ലിം ജമാഅത്ത് എന്നതും സുന്നത്ത് ജമാഅത്ത് എന്നതും രണ്ടും രണ്ടല്ല. പിന്നെയോ മുസ്ലിം ജമാഅത്തിനെ ഇസ്ലാമിനെ പലരും ആവശ്യപ്പെടുമ്പോൾ ഒറിജിനൽ പറയാൻ സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, താജുൽ ഉലമയാണ് നമ്മുടെ നേതൃത്വം.
അലിക്കുഞ്ഞ് ഉസ്താദാണ് നമ്മുടെ നേതൃത്വം, ബേക്കർ ഉസ്താദാണ് നമ്മുടെ നേതൃത്വം, അല്ലാ മാണി ഉസ്താദാണ് നമ്മുടെ നേതൃത്വം, അല്ലാ ഷെയ്ഖുന AP ഉസ്താദാണ് നമ്മുടെ നേതൃത്വം, ഖലീൽ തങ്ങൾ പാപ്പയാണ് നമ്മുടെ നേതൃത്വം, സയ്യിദ് അലി ബാഫഖ് തങ്ങളാണ് നമ്മുടെ നേതൃത്വം. നമ്മളൊക്കെ ഓർക്കണം സംഘടനാ പ്രവർത്തകർ. സമസ്തയുടെ മുഷാവറ നടക്കുമ്പോൾ ഉസ്താദുമാരെ, ഒരു മുഷാവറ നടക്കുന്ന ദിവസം നമ്മളൊന്ന് കാണാൻ പോകണം. നമ്മളിപ്പോ അവിടുന്ന് ഒരു യോഗത്തിന് വരാൻ ഇങ്ങോട്ട് വരാൻ നമുക്ക് സമയമല്ല. ഈ യൂണിറ്റിലെ ആൾക്ക് മറ്റാളെ യൂണിറ്റിക്ക് പോകാൻ നേരമില്ല. നമ്മളൊന്ന് കാണണം. സമസ്ത മുഷാവറ കോഴിക്കോട് നടക്കുമ്പോൾ നിങ്ങളൊന്ന് കാണാൻ പോവുക. അല്ലാ പടച്ചോനെ നീ ദീർഘായുസ് കൊടുക്കണം. AP ഉസ്താദ് വരുന്നു വീൽ ചെയറിൽ, ഇങ്ങനെ ഉസ്താദ് വരുന്നത് വീൽ ചെയറിൽ. അടുത്ത ആളിങ്ങനെ നോക്കുമ്പോൾ കണ്ണീര് വരും. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ വരുന്നു രണ്ടാമത്തെ വീൽ ചെയറിൽ. പടച്ചോനെ അതാരാണ് വന്നിരിക്കുന്നത്? വന്നിറങ്ങിയിരിക്കുന്നത് കോട്ടൂർ ഉസ്താദാണ്. പടച്ചവനെ, ഡോക്ടർമാര് പറഞ്ഞിട്ട് മൂത്രത്തിന് ചെറിയൊരു തടസ്സം ഉണ്ടായിട്ട് ഒരു പൈപ്പിട്ടിട്ട് കീസിലേക്ക് അടക്കി മൂത്രം, ആ മൂത്രത്തിന്റെ കീസ് ഒരു കുത്തി പിടിച്ചിട്ടുണ്ട്. ഉസ്താദ് വരികയാണ് മുഷാവറയിലേക്ക്. അല്ലാഹ്, തൊട്ടപ്പുറത്ത് ഇങ്ങനെ നോക്കി അതാരാണ് വരുന്നത്? അത് മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ ഡയാലിസിസ് ചെയ്തിട്ട്, ആ ഡയാലിസിസ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരികയാണ്. അല്ലാഹു റബ്ബി, നമ്മൾ വിചാരിച്ചു ഇത്. അപ്പൊ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യം കുറഞ്ഞുപോയി. പടച്ചവനെ, കേരളത്തിനും കർണാടകത്തിനും ഒക്കെ അഭിമാനമായ പരിശുദ്ധ ഇസ്ലാമിന്റെ മസലകൾ പറയാൻ സൂപ്പർ കമ്പ്യൂട്ടർ അല്ല, ഹൈപ്പർ കമ്പ്യൂട്ടർ. മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. 800 മുദർരിസുമാര് ചേർന്നിട്ടുള്ള ഒരു ഫിഖ് ക്ലാസ്. ആ ക്ലാസ്സിൽ ഉസ്താദ് ക്ലാസ് എടുത്തു. ഫത്വൽ മീനും തോഫിയൊക്കെ ദർസ് നടക്കുന്ന ഉസ്താദുമാരിങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ മറുപടി ഇങ്ങനെ വരല്ലേ. ഓരോരോ കിതാബ്, ഒരു ഇമാമ് അയാളെ കിതാബ്, അയാളെ വേറെ കിതാബ്, അയാളെ ജനനം, അയാളെ ഉസ്താദുമാർ, അയാളെ ശിഷ്യന്മാർ, അയാളെ മറുപടി കിടക്കണത്, അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എന്തൊരു അല്ലാഹു എന്നെ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ചെറിയ പ്രായത്തിൽ തന്നെ ആരോഗ്യം കുറഞ്ഞു. പൊന്മള ഉസ്താദ് വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു ശിഷ്യൻ അപ്പുറത്ത്, ഒരു ഖാദിം ഇപ്പുറത്ത്. ഇവരൊക്കെ മുഷാവറക്ക് വരുന്നത് കാണുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 63. എഴുന്നേൽക്കാൻ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 സ്വഹാബാക്കളെ അപ്പുറവും ഇപ്പുറവും ചുമലിങ്ങനെ പിടിച്ചു. അങ്ങനെ റസൂലുള്ളാഹിനെ ജമാഅത്തിന് കൊണ്ടുവന്നത് നമ്മളൊക്കെ വയല് കേട്ടിട്ടില്ലേ? ഓ യുവാക്കളെ, ഓ മുസ്ലിം ജമാഅത്തിന്റെ ആളുകളെ, അള്ളാഹു നമുക്ക് ഇന്ന് നമുക്ക് ആഫിയത്ത് തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം, നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുമിക്കാം, നമുക്ക് AP ഉസ്താദിന്റെ പിന്നിൽ അണിനിരക്കാം. അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ പ്രവർത്തനത്തിലും നീ തുണയാകണേ അല്ലാഹ്. ഞങ്ങൾക്ക് യോജിച്ച് ഇസ്സത്തോടെ ഉലമാഇന്റെ കൂടെ, ഉമറാഇന്റെ കൂടെ, സാദാത്തിന്റെ കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നീ വിധി കൂട്ടണേ അല്ലാഹ്. ദുആ വസിയത്തോടെ ഞാൻ നിർത്തി. എൻ്റെ രാജ്യം നിലമ്പൂർ. ഞങ്ങൾ അവിടെ ഒരു സ്ഥാപനം തുടങ്ങി. 40 കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാ. ഇപ്പോൾ 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. മജ്മഅ് അക്കാദമി, മജ്മഅ് ജൂനിയർ ദഅവ കോളേജ്, സീനിയർ ദഅവ കോളേജ്, മജ്മഅ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, മജ്മഅ് ITI എഞ്ചിനീയറിംഗ് കോളേജ്, മജ്മഅ് മാഹിറ വിമൻസ് അക്കാദമി, മജ്മഅ് ഓർഫനേജ്. ഇങ്ങനെ 10 സ്ഥാപനങ്ങളിലായി 3000 കുട്ടികൾ പഠിക്കുന്നതിൽ 500 കുട്ടികൾ സ്ഥാപനത്തിൻ്റെ വകയായി പഠിക്കാൻ. 500 കുട്ടികളുടെ ഭക്ഷണം, ഡ്രസ്സ്, ബാക്കിയെല്ലാം എൻ്റെ കൈകൊണ്ട് കിട്ടിയിട്ട് വേണം. നിങ്ങളൊക്കെ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.